ജനറേറ്റീവ് AI എങ്ങനെയാണ് ഫ്യൂച്ചറിനെ മാറ്റാൻ പോകുന്നത്. അത് കുറേയും കൂടിയൊക്കെ ടിങ്കറബ് വർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ കൂടെയാണ്, യങ് ഡെവലപ്പേഴ്സിന്റെ കൂടെയാണ്. കമ്പ്യൂട്ടർ കയറായി നമ്മൾ ഈ ഇതൊക്കെ ഊരി തുടച്ചിങ്ങിടുമ്പോൾ നമ്മുടെ പേരൻസ് ഹ്യൂമൻസ് ആക്ച്വലി എങ്ങനെയാണ് മെമ്മറി ഫോം ചെയ്യുന്നത്, ഹ്യൂമൻസ് എങ്ങനെയാണ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ലൈക്ക് നമുക്കിതൊരു കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്ക് അറിയാത്തൊരു സാധനത്ത് നമ്മൾ എങ്ങനെയാണ് മിമിക് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹോൾ AI വേവ് നടക്കുന്നുണ്ട്. എല്ലാ കമ്പനിക്കും ഡയറക്ടേഴ്സ് ഉണ്ട്. AI എന്തെങ്കിലും ഉപയോഗിച്ചേ പറ്റും. അൾട്ടിമേറ്റ്ലി ആ VC ഡെക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് something.ai നമ്മൾ പറയുമ്പോൾ സിലബസ് മാറ്റണം, ChatGPT ഒക്കെ സിലബസ് വേണമെന്നുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു സ്കില്ലുള്ള ഒരാൾക്ക് പ്രോപ്പർലി കാര്യങ്ങൾ കയറി ചോദിക്കാൻ പറ്റും. ജനറേറ്റീവ് AIയും ChatGPTയും ഒക്കെ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഭീകര ഡിസ്കഷൻ ആയിട്ട് നടക്കുന്നുണ്ട് അക്രോസ് വേൾഡിൽ. എങ്ങനെയാണ് AI സൊസൈറ്റിയെ മാറുന്നത്, അത് അറൗണ്ടുള്ള പല ചർച്ചകളും പല തോട്ടുകളും പ്രാക്ടിക്കലി എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ChatGPT യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇഷ്ടം പോലെ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹാക്കുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനറേറ്റീവ് AI എങ്ങനെയാണ് ഫ്യൂച്ചറിനെ മാറ്റാൻ പോകുന്നത്. അത് കുറേയും കൂടിയൊക്കെ ടിങ്കറബ് വർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ കൂടെയാണ്, യങ് ഡെവലപ്പേഴ്സിന്റെ കൂടെയാണ്. നമ്മൾ 10 years ബാക്ക് തുടങ്ങുന്നവയും നാളെ രാവിലെ എന്ത് ഗുണം എന്നുള്ളതിനെക്കാട്ടിലും ലോങ് ടേമിൽ പിള്ളേർക്ക് എന്തായിരിക്കും ഗുണം ഉണ്ടാവുക എന്നുള്ളൊരു ആംഗിളാണ്. ഇപ്പം നമ്മൾ പറയും, നമ്മൾ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജിലുണ്ടായ ഒരു സ്റ്റാർട്ടപ്പ് ആക്ച്വലി ഒരു കാശ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. പക്ഷെ നമ്മുടെ അസംഷൻ 5 years ഡൗൺ ദ ലൈൻ ഇതൊക്കെ ഗ്രേറ്റ് സ്റ്റാർട്ടപ്പ് ആവും. അപ്പൊ അവർക്ക് കുറേ കൂടി സ്കില്ലുള്ള ആൾക്കാരെ വേണം, MNCയിൽ പോകുന്ന കൈൻഡ് ഓഫ് ആൾക്കാരല്ലാത്ത ആൾക്കാർ വേണം. അവർക്ക് കുറച്ചും കൂടി ആ ലേണിംഗ് മൈൻഡ് സെറ്റ് വേണം, കുറച്ചുകൂടി ലീഡർഷിപ്പ് തോട്ട് വേണം. ആ ഒരു ആംഗിളിലാണ് നമ്മൾ നേരത്തെ ആൾക്കാർ പ്രിപ്പയർ ചെയ്ത്. പക്ഷെ എനിക്ക് തോന്നുന്നത് 5 years അല്ലെങ്കിൽ 10 years ഡൗൺ ദ ലൈൻ കേരളത്തിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിൽ ലാർജ് നമ്പർ ഓഫ് അടിപൊളി സ്റ്റാർട്ടപ്പുകൾ വരുന്നു. നമുക്ക് ഭയങ്കര അടിപൊളി, അതായത് ടെക് വൈസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസോ ഗ്രേറ്റ് ആയ സ്ഥലങ്ങളിൽ, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ടിങ്കറബിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി ആൾക്കാർ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് അറൗണ്ട് നമ്മൾ ടിങ്കർ സ്പേസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്താണ് അടുത്തൊരു പ്രശ്നമായിട്ട് ജനറേറ്റീവ് AI വരുന്നത്. അപ്പൊ അതിൽ ഭയങ്കര ഡിഫറെന്റ് ടേക്കുകൾ ആൾക്കാർക്ക് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഫ്രെയിം വർക്കോ ഒരു കോഡിംഗ് മെത്തേഡോ വന്ന പോലെ അല്ല ശരിക്കും വന്നത്. ഭയങ്കരമായിട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് തോട്ട് പെർസ്പെക്റ്റീവിലെങ്കിൽ അത് ഹ്യൂജ് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരും പല ആംഗിളിലായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഇതൊരു എന്താ പറയാ, ഇതാണ് ഇതിന് ഉത്തരം എന്ന് എനിക്കറിയില്ല. ഫ്യൂച്ചർ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കേപ്പബിലിറ്റി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായ എക്സ്പീരിയൻസ് വന്നൊരു പെർസ്പെക്റ്റീവ് കാണുമായിരിക്കും. മേ ബി ചിലപ്പം കുറച്ചും കൂടി പിള്ളേർക്ക് ഒരു ബെറ്റർ പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്ലി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു അടിത്തറ ഇടാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ടാണ് ഇപ്പം ഇന്നുള്ളത്. അപ്പം മേ ബി ഞാൻ ഗോപി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കുറച്ചൊരു ഐഡിയ ആയിരിക്കും. AI എന്നുള്ള സാധനം നമ്മൾ മേ ബി മേക്കർ പാർട്ടിയൊക്കെ കാലം മുതലേ ചെയ്യുന്നുണ്ട്, പറയുന്നു, കേൾക്കുന്നുണ്ട്. എന്താണ് പെട്ടെന്നൊരു ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഡെഫിനിഷൻ വേണ്ട, കുറച്ചും കൂടി സാധാരണ സിമ്പിൾ ഡെഫിനിഷൻ ആണെങ്കിൽ എന്താണ് ആ ചേഞ്ച് ജെന്നയും തമ്മിൽ വ്യത്യാസം? സോ AI യൂഷ്വലി നേരത്തേക്ക് ഉണ്ടായിരുന്ന ചെറിയ മോഡലുകളായിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു ഡാറ്റ സെറ്റ് കളക്ട് ചെയ്ത് നമ്മളതിനെ ട്രെയിൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു മോഡൽ ഒരു പർപ്പസ് എന്നുള്ള പോലത്തെ ഇതായിരിക്കും. ഇപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഇപ്പം ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അത് സങ്കടമാണോ സന്തോഷമാണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു മോഡൽ ആ പണി മാത്രമേ ചെയ്യലുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ യൂസ് കേസുകൾക്ക് മോഡലുണ്ട്. അതിപ്പോൾ ഒരു സിനിമയുടെ റിവ്യൂസ് കൊടുത്ത് ഒരു സിനിമയെ പറ്റി ഒരു റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് സെൻറ്റിമെൻറ്റ്സ് ആണ്, അപ്പോൾ അത് വെച്ചിട്ട് ഒരാളുടെ പ്രിഫറൻസുകൾ വെച്ചിട്ട് അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് വേറൊരു മോഡലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ മോഡലുകളായിരുന്നു. അപ്പോൾ അതെല്ലാം പൈപ്പ് ലൈൻ ചെയ്ത് സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോഴായിരുന്നു ഇതൊക്കെ പോസിബിൾ ആയിരുന്നത്. ജനറേറ്റീവ് വരുമ്പോഴത്തേക്കും ജനറേറ്റീവ് ഇങ്ങനെ AI മോഡലുകൾ നമ്മളൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ആയിരിക്കില്ല ട്രെയിൻ ചെയ്യുന്നത്. നമ്മളൊരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ സെറ്റ് അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് കൊടുത്തിട്ട് അതിന് ഈ മോഡൽ തന്നെ പഠിക്കുകയായിരിക്കും ഇതിലെ പാറ്റേൺസ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പം നേരത്തെ ഈ ഒരു റിവ്യൂ കണ്ടിട്ട് അത് സാഡാണോ നല്ലതാണോ എന്ന് നോക്കുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട റിവ്യൂ ആണോ നല്ലതാണോ നോക്കുന്നതും അതുപോലെ തന്നെ അത് ഇന്നയാൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കുന്നതും എല്ലാം ഒറ്റ മോഡൽ വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഒരു മോഡൽ യൂസ് ചെയ്ത് ഒരു വലിയ മോഡൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
പിന്നെ സൈസും ഒക്കെ എല്ലാം ഭയങ്കര വ്യത്യാസം. ഇതിപ്പോ റിവ്യൂസ് ക്ലാസിഫൈ ചെയ്യുക, ഇപ്പൊ ആക്ച്വലി റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൊമാറ്റോ, ആമസോൺ ഒക്കെ ഈ കസ്റ്റമർ റിവ്യൂസ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ അവരത് സമ്മറൈസ് ചെയ്ത് മുകളിൽ കാണിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ജനറേറ്റീവ് AI വന്നു എന്നുള്ളതിന്റെ ഒരു പുതിയ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു ഇൻപുട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ ഇപ്പൊ ടെക്സ്റ്റ് എടുത്ത് അതിനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതിനൊക്കെ അപ്പുറം അതിനെ പല ഫോർമാറ്റുകളിൽ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ പെർസ്പെക്റ്റീവ് ആക്ച്വലി ഇത് രണ്ടും കുറച്ച് വ്യത്യാസമാണ്. പക്ഷേ ലൈക്ക് ജനറേറ്റീവ് AI എന്നുള്ള ഒരു ഇത് അറ്റ്ലീസ്റ്റ് എൻ്റെ പെർസ്പെക്റ്റീവ് എന്നത് മെയിൻലി മാർക്കറ്റിംഗ് ആണ്. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെഷീൻ ലേണിംഗ് മോഡലിൻ്റെ അതിൻ്റെ ഗ്രോത്തിൻ്റെ ട്രജക്ടറി നോക്കി കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഒരു പോയിന്റിൽ ഇങ്ങനെയുള്ള മോഡൽസ് വരും. പക്ഷേ ഇപ്പം എന്താ നടന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച കമ്പനികൾ ഇതിനെ ഭയങ്കര നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇത് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അത് മോർ അവരുടെ ഒരു ബിസിനസ് നല്ലതുപോലെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന ജെന്റൈവ് മോഡൽസ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് എന്നുള്ളതാണ്. അതായത് ലാംഗ്വേജ് എന്നുള്ളതാണ് എൻ്റെ മെയിൻ പോയിന്റ്. ലാംഗ്വേജ് റിലേറ്റഡ് ടാസ്ക് ഇപ്പോഴും ആ മോഡലിന് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ChatGPT എടുത്തു കഴിഞ്ഞാൽ പോലും ലൈക്ക് അത് എക്സാക്ട്ലി ഏത് ഡേറ്റ സെറ്റുകളിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്നൊന്നും പബ്ലിക്കലി അവൈലബിൾ അല്ല. അത് പബ്ലിക്കലി അവൈലബിൾ അല്ലെങ്കിൽ ശരിക്കും അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബാക്കി ഇങ്ങനെ ആൾക്കാർ ഊഹിക്കുന്നല്ലാതെ അത് ശരിക്കും ഇതിനൊക്കെ ഇത് ഉപയോഗിക്കുന്ന ടാസ്ക് ഒക്കെ ഇത് ശരിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആർക്കും ഇല്ല. മിക്കവാറുള്ള എല്ലാ ഇതുപോലുള്ള മോഡലിംഗ് ടാസ്ക് ഇപ്പം മെഷീൻ ലേണിംഗ് ജനറലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ആ മോഡലിന് ചെയ്യാൻ പറ്റും. അതാണ് ജനറലി മെഷീൻ ലേണിംഗ് മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു ജനറൽ ഇത്. ലാർജ് ലാംഗ്വേജ് മോഡൽ വരുമ്പോൾ ഇതിനകത്ത് കുറേ അധികം ലാംഗ്വേജ് ഇൻപുട്ട് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഇതുവരെ കൊടുക്കാത്ത അത്രയും വലിയൊരു കോർപ്പസ് ഓഫ് ഡേറ്റ അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എഗെയിൻ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈക്ക് ഒരു റിവ്യൂ എഴുതുന്ന ഇതെല്ലാം ടെക്നിക്കലി ലാംഗ്വേജ് ടാസ്കുകളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഇത് ആക്ച്വലി ഈ മോഡലുകൾക്ക് പറ്റുമെന്ന് ഇതുവരെ ആരും റിയലിസ്റ്റിക്കലി മിമിക്കിംഗ് ആണ്. അതായത് ഇപ്പം നമ്മള് ഇപ്പൊ ലാംഗ്വേജ് വെച്ചിട്ട് ഇപ്പം എനിക്ക് ഒരാളോട് ഒരാളുടെ ഒരു പ്രശ്നം കേട്ടിട്ട് എനിക്കൊരു പ്രോപ്പർ എമ്പതി തോന്നിയില്ലെങ്കിൽ പോലും ഞാൻ നന്നായിട്ട് അഭിനയിക്കാൻ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ എനിക്കത് മിമിക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുപോലെ പലതും മിമിക് ചെയ്യുന്നതാണ്. അപ്പം അതിൽ യൂസ് കേസുകളപ്പോൾ അത് വെച്ചിട്ട് വരും. ഇപ്പം കെജ പറഞ്ഞ പോലെ ഈ സൊമാറ്റോയുടെ റിവ്യൂ പോലത്തെ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യുന്നവരൊക്കെ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങളൊരു സൂയിസൈഡ് പ്രിവെൻഷൻ സെല്ലിലോ അല്ലെങ്കിൽ ഒരു മറ്റേ ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്ന ഒരു ഇതിലോ സൈക്കോളജിയിലോ ഒരു തെറാപ്പി പോലത്തെ ഇതിലൊക്കെ അത് കൊണ്ടുവരുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിനൊരു മൈൻഡും എമ്പതിയും ഒന്നും ഇല്ലാത്തൊരു മെഷീന് ഒരിക്കലും അങ്ങനത്തെ ടാസ്കുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മളത് കാണുമ്പോൾ അല്ല അതിൻ്റെ ഉത്തരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളെക്കാളും കൂടുതൽ ഇതിന് എമ്പതി ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ അതിൽ ഭയങ്കരമായ ഒരു അപകടം അതിനകത്തുണ്ട്. അതാണ് അപ്പോൾ ഇപ്പം ഗോപി പറഞ്ഞ ഈ പോയിന്റ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം സാധാരണ ഒരാൾ നോക്കുമ്പോഴത്തേക്കും ലൈക്ക് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് അത് നല്ലതുപോലെ സംസാരിക്കുന്നു എന്നുള്ളൊരു പോയിന്റിൽ വെച്ചിട്ടാണ് ആൾക്കാർ ഇത് ഓക്കെ ഈ ആൻസർ ജെന്യുവിൻ ആണെന്ന് കൈൻഡ് ഓഫ് ബിലീവ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു എക്സ്പേർട്ട് ലെവലിലൊന്നും ആരും ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു സൈക്കോളജി ഇവാലുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും സൈക്കോളജിസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ആ മോഡലിന്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. അങ്ങനെയൊന്നും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു മാർക്കറ്റിങ്ങിന്റെ പുറത്ത് ആൾക്കാർ കുറേയധികം സാധനങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നു. പണ്ട് നടന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കേസിലും അല്ല പല കേസസിലും അതിന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ടാസ്കുകൾക്ക് മാത്രം ആൾക്കാർ ഉപയോഗിക്കത്തുള്ളതാണ്. ഇപ്പം ഈ മാർക്കറ്റിംഗ് കാരണം അതും ബേസിക്കലി കുറേയധികം പേർക്ക് ഇത് അവൈലബിൾ ആയതുകൊണ്ട് അവർ പല പല സാധനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു. അതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നതാണോ അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എത്രത്തോളം വാലിഡ് ആണ് ഇങ്ങനെയുള്ള ഇതൊന്നും ശരിക്കും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ലാംഗ്വേജ് പലർക്കും ഭയങ്കര പ്രോബ്ലമാണ്. ഇപ്പം ഒരു ഫാർമറോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കൊക്കെ പണ്ട് ആക്സസിബിൾ അല്ലാതിരുന്ന പലതും ഇതിന് ഇപ്പം ആക്സസിബിൾ ആക്കാൻ പറ്റും. ഇപ്പം റീസെൻ്റ് ഗൂഗിളിൻ്റെ ഒരു ജനറേറ്റീവ് AI മോഡൽ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ വീട്ടിൽ മറ്റേ കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഡിവൈസുകളൊക്കെ കേടായാലും നിങ്ങൾ ക്യാമറ ഓണാക്കി അതിനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വോയിസ് എടുക്കും. പിന്നെ ഈ ക്യാമറ ഫീഡ് എടുത്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പറയും നിങ്ങൾ അവിടെ ഞെക്കൂ ഇവിടെ ഞെക്കൂ ഇതൊന്ന് തിരിച്ച് തുടച്ചിട്ട് ഒന്നിട്ട് നോക്കൂ എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ കാണാറില്ല. നമ്മുടെ വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ കേടായി നമ്മൾ ഈ ഇതൊക്കെ ഊരി തുടച്ചിങ്ങനെ ഇടുമ്പോൾ നമ്മുടെ പേരൻസ് മൈ സൺ ഈസ് എ ജീനിയസ്. അപ്പോൾ ആ സാധനമൊക്കെ അവർ അങ്ങനെ കാണുന്നത് ലൈക്ക് അത് ഭയങ്കര ബേസിക് സിമ്പിൾ സാധനമാണ്. അപ്പോൾ അത്
അത് സാധാരണ ആളുകളിലേക്ക് എത്താത്തത് അവർക്കത് ചെയ്ത് നോക്കാൻ ഒന്നവർക്ക് അറിയില്ല, എങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ അറിയാമെന്ന്. ഇവർ രണ്ടാൾക്കൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം അത് പറയുമ്പോഴത്തേക്കും അവർക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് വരും, ഒരുപാട് ഇത് വരും. പല സോഷ്യൽ ഇമ്പാക്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പല നോൺ പ്രോഫിറ്റുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പണ്ട് ഫാർമേഴ്സിന് ഇപ്പം മറ്റേ ഇതിൻ്റെ യൂണിറ്റുകളിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിലും അത് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ അളവ് കുറവായിരിക്കും. എങ്ങനെ ക്ലൈമറ്റ് എങ്ങനെയാണ് മാറുന്നത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് പുതിയതായിട്ട് ട്രൈ ഔട്ട് ചെയ്യാം, ഇതൊക്കെ അവരുടെ ഭാഷയിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെയുണ്ട്, അത് ഒരുപാട് നല്ല രീതിയിൽ സോർട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ആഗാമി നമ്മുടെ ഒരു പാർട്ട്ണറാണ്. അപ്പം അവരൊക്കെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ചില പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പല മനുഷ്യന്മാർക്കും നമ്മുടെ ഇന്ത്യയിലുള്ള റൈറ്റ്സിനെ പറ്റി ബോധവാന്മാരല്ല. അപ്പം അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു പ്രശ്നം വരുമ്പോൾ ഓക്കെ ഇന്ന പോലെ ഇന്ന ഈ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ വിളിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ടോ, അല്ലെങ്കിൽ പോകേണ്ട അതിലെനിക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നെറ്റിൽ പോയി തപ്പാൻ പറ്റും. പക്ഷേ ഒരു ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏതെങ്കിലും ഒരു ഉൾനാടൻ പ്രദേശത്തിരിക്കുന്ന ഒരാൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർക്കത് ഇപ്പോഴും സെർച്ച് ചെയ്യാനുള്ള രീതിയിലോട്ട് ആ എക്സ്പീരിയൻസുകൾ മാറിയിട്ടില്ല. അപ്പം വാട്സപ്പൊക്കെ വഴി അവർക്ക് ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കാം, ഇന്ന പോലെ അവരുടെ ഭാഷയിൽ മലയാളത്തിൽ എന്താണ് വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വോയിസ് നോട്ട് അയച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പം ജനറലി ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒബ്വിയസ്ലി ഏത് ടെക്ക് വന്നാലും ഇദ്ദേഹം പറഞ്ഞ പോലെ ലൈക്ക് കമ്പനികൾ എന്തായാലും മാർക്കറ്റ് ചെയ്യും. ഭയങ്കര ഒരു ഭയങ്കര പോഷായിട്ടുള്ള പോളിഷ് ടാഗുകളും നെയിമുകളൊക്കെ വെച്ചിട്ട് ഇവരത് ടാഗ് ചെയ്യും, മാർക്കറ്റ് ചെയ്യും. സോ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ കോഡിങ്ങിൻ്റെയൊക്കെ ആണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ കോഡിങ്ങിൽ പറയുകയാണെങ്കിൽ ഒരു GPUs ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂളുകൾ ബിൽഡ് ചെയ്യുന്ന കമ്പനികളാകുമ്പോൾ അവർ ഒബ്വിയസ്ലി അതിൻ്റെ CEO അല്ലെങ്കിൽ CTO പറയും നൗ ദ കോഡിങ് ഈസ് ഗോയിങ് അവേ, കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് സെല് ചെയ്യാൻ അദ്ദേഹം അത് പറയും. അപ്പം നമ്മൾ ഈ നെല്ലുമ്പത്തിനും വേർതിരിച്ചറിഞ്ഞത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടും. ഇപ്പോൾ നേരത്തെ AI ടെക്നോളജീസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറേ അറിയാത്ത കാര്യങ്ങൾ, ഈവൻ അത് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പോലും അറിയാത്ത, അവർ ഈ വരുന്ന സമയങ്ങളിൽ ഡിസ്കവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളത് അവർ പലത് ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അത് യൂസ് ചെയ്യുന്ന നമ്മളും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിപ്പോൾ ഒരു ഡെവലപ്പർ തൊട്ട് PM CEO CTO ടോപ്പ് ലെവൽ എല്ലാവരും അതിൽ അവെയറായിരിക്കുക, അങ്ങനെ അത് യൂസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. KJ ഒരു PM എന്നുള്ള ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ജോലി ഇപ്പം ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഇങ്ങനത്തെ ടൂൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജനറലി അതെന്ത് രീതിയിലൊക്കെ ഇപ്പോഴും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ ടൂൾ വരാൻ സാധ്യതയുണ്ട്, അല്ലാതെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്നാണ് തോന്നുന്നത്? ടൂൾസ് ഞാനിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഇതേപോലെ കുറേ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ChatGPT ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ, പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ, യൂസർ റിസർച്ച് എളുപ്പമാക്കാൻ വേണ്ടി അങ്ങനെ കുറേ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ആക്ച്വലി മെയ്ഡ് ലൈഫ് എ ലോട്ട് ഈസിയർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പണ്ട് PRD ഇരുന്നിങ്ങനെ എഴുതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റയടിക്ക് അഗൈൻ ദർസ് എ ബിഗ് ക്വസ്റ്റ്യൻ റൈറ്റ്, ഇത് PM-നെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുമോ എന്നുള്ളത്. ദാറ്റ് ഐ എം നോട്ട് സോ ഷുവർ. കാരണം PM എന്ന് പറയുന്നത് ജസ്റ്റ് ഓൾറെഡി ബേസിക്കലി പ്രോബ്ലം സോൾവിങ് ആണ് മോസ്റ്റ്ലി. അതിപ്പോൾ ആൻഡ് ഇപ്പോൾ ഉള്ള എല്ലാ ജനറേറ്റീവ് AI whatever be it is basically summarizing whatever is already existing. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റോൾ ലൈക്ക് പ്രോബ്ലം സോൾവിങ് ഇസ് ലോങ് ആൻഡ് വി ഹാവ് ഇനഫ് ആൻഡ് മോർ പ്രോബ്ലംസ് as long as ആ പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ പ്രോഡക്റ്റിലോ ആ ഡൊമൈനിൽ തന്നെയാണോ, അതോ ഔട്ട്സൈഡ് ജനറലി ലോകത്ത് കുറേ പ്രോബ്ലം ഉണ്ടെന്നാണോ, അതല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയും നമുക്ക് നമ്മുടെ ബാൻഡ് വിഡ്ത്തിൽ കൊള്ളാത്തത്ര പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ആംഗിളാണോ? ബോത്ത്. ഇതിപ്പോ ഏതൊരു ഡൊമൈൻ എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ എല്ലാം സോൾവ് ചെയ്തു. ലൈക്ക് ഇപ്പോൾ ലെൻഡിങ്ങിൻ്റെ കേസിൽ എടുക്കുവാണെങ്കിൽ ദർ ആർ സോ മച്ച് ഏരിയാസ് ഇൻ വിച്ച് ഇറ്റ്സ് എഫക്റ്റഡ്. ഇതിപ്പോൾ ആൾക്കാരെ വിളിച്ചിട്ട് ലോൺ വേണമെന്ന് ചോദിക്കുന്നത് അതൊരു പ്രോബ്ലം ആണല്ലോ. യു ഹാവ് ആക്ച്വലി ഹാവ് സെയിൽസ് പീപ്പിൾ കോളിംഗ് അപ്പ്
ആൻഡ് ആസ്കിങ് ഫോർ ലോൺസ്. ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്, എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈവൻ വിത്തിൻ ഡൊമൈൻ ആൻഡ് ഈവൻ ഔട്ട്സൈഡ് ഓൾസോ ലൈക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ജോബി കുറച്ച് ഇങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച് മെൻഷൻ ചെയ്തു, ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് ഓട്ടോമേഷൻ ആണ്. പക്ഷെ അങ്ങനെ തന്നെയാണോ ജോബി ആണെങ്കിലും ബാക്കി ആൾക്കാരും കാണുന്നത്, അല്ലെങ്കിൽ ഇതൊരു ഫണ്ടമെന്റലി ഭയങ്കര ഡിഫറൻസ് എന്തുകൊണ്ട്? അതായത് നമ്മൾ കോഡിലൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പം അറ്റ്ലീസ്റ്റ് ഡിസ്കഷനിൽ എന്തായാലും നമ്മുടെ വേ വി യൂസ് ടു ലിവ്, ഇപ്പൊ നമ്മൾ ഡെമോക്രസി കണ്ടുപിടിച്ചു, കാശ് കണ്ടുപിടിച്ചു, അതുപോലത്തെ ഒരു സാധനം പോലെ ആയിട്ടാണ് പിക്ചറൈസ് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ശരിക്കും തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഹൗ ഡു യു സീ ദാറ്റ് തിങ്? എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഞാൻ ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. ഇതൊരു സ്റ്റെപ്പ് ചേഞ്ച് അല്ല. കാരണം എങ്ങനെ അതാണ് ലൈക്ക് നമ്മൾ ആ മോഡൽ ഇവോൾവ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് ലൈക്ക് ഇപ്പം ലെറ്റ്സ് മോഡേൺ മെഷീൻ ലേണിംഗ്. ലൈക്ക് പണ്ടും ആൾക്കാർ മെഷീൻ ലേണിംഗ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു പോലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 80s-ലും 90s-ലും ഇതിന്റെ ബേസിക് ഐഡിയ ഇതിൽ പേപ്പറുകളൊക്കെ ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നു. പണ്ട് തന്നെ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഇതുപോലുള്ള ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോമ്പ്യൂട്ടേഷണൽ പവർ ഇല്ലായിരുന്നു. ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ഡേറ്റ നമ്മളൊരു ഒരു ഭയങ്കര ഒരു കംപ്രസ് പ്രോസസ്സിൽ കൂടെ റൺ ചെയ്തിട്ട് ഒരു ഒപ്റ്റിമൈസേഷൻ റൺ ചെയ്തിട്ട് ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡൽ സിമ്പിളായി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് മാത്സിൽ ഓൾജിബ്രയൊക്കെ അല്ലേ, ഓൾജിബ്രയിൽ നമുക്കൊരു ചുമ്മാ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ കാണും. ലൈക്ക് ഇപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഭയങ്കര ഹയർ ഓർഡർ സാധനം എന്ന് ആലോചിച്ചാൽ മതിയെന്ന് വെച്ചാൽ കുറേയധികം പോസിബിലിറ്റികളുണ്ട്. അത് സോൾവ് ചെയ്യാൻ എക്സാക്ട്ലി ഡേറ്റ ഇല്ല. അപ്പം നമ്മൾ കുറേ ഡേറ്റയൊക്കെ വെച്ചിട്ട് അതിനൊരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു സാധനമാണ് ഈ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ കോമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി കൂടിയത് കൊണ്ട് ജസ്റ്റ് കോമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി അല്ല, കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള പല രീതിയിലും ആൾക്കാർ റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ കുറേ അധികം ഡേറ്റ ഇൻജസ്റ്റ് ചെയ്ത് ഈ ഒരു മോഡൽ ഫോമിലാക്കാൻ ഇപ്പോൾ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജനറൽ ആർക്കിടെക്ചറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാന്നുള്ളത് ഇസ് കൈൻഡ് ഓഫ് ലിമിറ്റഡ് ബൈ ദ ഡേറ്റ്. എന്ത് ഡേറ്റ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതിൽ ലിമിറ്റഡ് ആയിരിക്കും. ഈ കേസിൽ അത് ഒരു നമ്മൾ ഇതുവരെ ഉപയോഗിച്ചതിനെക്കാട്ടിയും ഭയങ്കര ഫാർ ഇത് കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമുക്കിപ്പം ഇപ്പം ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന മോഡലുകളുടെ യൂസ് കേസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് തോന്നും. കാരണം അതിന് കുറേ കൂടി ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോഴത്തേക്കും ഇതിങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി ഒരു മാഷ് ഓഫ് എവറിത്തിങ് പ്രീവിയസ് ആണ്. പക്ഷേ അത്രയധികം എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇത് ലൈക്ക് എഗൈൻ നമുക്ക് ഇൻ്റലിജൻ്റ് ആണെന്ന് തോന്നുന്നതാണ്. എഗൈൻ ഇത് നമ്മൾ റിലേറ്റീവ് ടേംസിലാണ് പണ്ടുണ്ടായിരുന്നതുമായിട്ട് നോക്കുന്നതുകൊണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ എഗൈൻ ലാംഗ്വേജ് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്തു, ഗ്രാമർ കറക്റ്റായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈക്ക് ഇൻഫർമേഷൻ ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറ്റുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എഗൈൻ അതാണ്. അപ്പോൾ ആ ആൾക്കാരുടെ ജനറൽ ഇമ്പാക്റ്റിൽ അല്ലെങ്കിൽ ലൈക്ക് ഒരു ലേ പേഴ്സൺ നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് ഓക്കെ ഒരു ഹ്യൂമനെ പോലെ സംസാരിക്കുന്നു, അതാണ് അവർക്ക് വന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ആണ്. നമ്മളൊരു മോഡൽ ഇവല്യൂഷൻ പെർസ്പെക്റ്റീവ് ആലോചിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു പോയിന്റിൽ ഇത്രയധികം ഡേറ്റ നമുക്ക് ക്രാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളിവിടെ എത്താൻ അതൊന്നും വേണം. നമ്മളിപ്പം ഇതിനു മുമ്പ് ഇമേജ് മോഡൽസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇമേജ് ആക്ച്വലി മെഷീൻ ലേണിംഗ് മോഡൽസ് അത്യാവശ്യം നല്ലപോലെ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. കാരണം പട്ടിയാണ് അങ്ങനെ ഒരു സിമ്പിൾ കേസിൽ അങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ അധികം ഇൻപുട്ട് കൊടുക്കാനായിട്ട് പറ്റുവാണ് നമുക്ക്. എന്നുവെച്ചാൽ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇപ്പം ഇമേജസ് ക്ലാസിഫൈ ചെയ്ത് ഇത് കുറേ അധികം നാൾ മുമ്പ് ആൾക്കാർ ചെയ്തൊരു സാധനമാണ്. ഇമേജ് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്ത് ലേബിൾ ചെയ്ത് കുറേ അധികം ഇത് വെച്ച് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് കമ്പ്യൂട്ടേഷണൽ ആർക്കിടെക്ചേഴ്സ് എല്ലാം ആൾക്കാർ ഉണ്ടാക്കി ഇത് സോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു പോയിന്റിൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ അത്യാവശ്യം ക്ലാസിഫിക്കേഷൻ ഇമേജ് റിലേറ്റഡ് കുറേ അധികം പ്രോബ്ലംസ് നല്ലോണം സോൾവ് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ ഇവല്യൂഷനാണ് നമ്മൾ ഈ കാണുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു നോർമൽ പ്രോഗ്രഷനിൽ വരുന്നതാണ്. പെട്ടെന്ന് ഒരു കോമ്പ്യൂട്ടേഷണൽ ടെക്നിക്ക് വന്നു, ഇത്രയധികം ഡേറ്റ ഇൻജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ആൾക്കാർ നോക്കുമ്പോൾ അപ്പം ഇത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ഇത് പെട്ടെന്ന് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ള ഇതാണ്. പക്ഷേ അതാണ് ഇവല്യൂഷൻ ടേംസിൽ ഐ ഡോണ്ട് തിങ്ക് സോ, ലൈക്ക് ഫ്രം മൈ പെർസ്പെക്റ്റീവ് അറ്റ് ലീസ്റ്റ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്ര ഹൈപ്പ് വന്നൊരു സാധനം? ഈ ലാംഗ്വേജ് ആയതുകൊണ്ടാണോ? ഐ മീൻ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നതുകൊണ്ടാണോ? അതാണ്. സോ ലാംഗ്വേജ് ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഫിലോസഫി എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ ലൈക്ക് സ്പീച്ച് എന്ന് പറയുന്നത് ലൈക്ക് അഗൈൻ ഇൻഹെറന്റ്ലി ഒരു ഹ്യൂമൻ ഇതായിട്ടാണ് നമ്മൾ ജനറലി ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് ബാക്കിയുള്ള ആനിമൽസ് ആണെങ്കിൽ ലൈക്ക് ഇതുപോലെ വെൽ ഫോം സ്പീച്ചോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസേജ് അങ്ങനത്തെ സാധനങ്ങൾ യൂഷ്വലി ഇല്ല. ഇത് ഗസ് ഇതാണ്, അല്ലാതെ ഇതിന് ബാക്കിംഗ് ഒന്നും ആസ് ഓഫ് എൻ്റെ കയ്യിലില്ല. പക്ഷേ ലൈക്ക് സോ ദാറ്റ് കുഡ് ബി ലൈക്ക് വൺ പെർസ്പെക്റ്റീവ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ നല്ലപോലെ ഇത് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്.
ലൈക്ക് ഈ ഇത് സക്സീഡ് ചെയ്യണം, ഐ മീൻ ഈ ഒരു സാധനങ്ങൾ കുറേയധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ള എന്താണ് ഒരു ആവശ്യമുള്ള കുറേയധികം ലെറ്റ്സ് കമ്പനികളും ഇതെല്ലാം ഉണ്ട്. അപ്പം ദേ വെർ ഏബിൾ ടു മാർക്കറ്റ് ദിസ് വെൽ ഓൾസോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ ഇതിനെ പെട്ടെന്ന് സ്പോട്ട്ലൈറ്റിൽ കൊണ്ടുവന്നത്. ഇതിപ്പോൾ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവില് എല്ലാവർക്കും പെർസ്പെക്റ്റീവ് അറിയാം, പക്ഷേ ഇതെന്തെങ്കിലും ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ പോലത്തെ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ഭാഷയുണ്ട്, പക്ഷെ ഇതെന്താ പറയുന്നുള്ള ഇടത്തിൽ അതിനും വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ പൊതു തത്വങ്ങളൊക്കെ നമ്മളെല്ലാവരും നന്നായിട്ടിരിക്കുന്നത് നല്ലതാണല്ലോ ഇങ്ങനെയൊക്കെ പറയാനായിരിക്കും കുഴപ്പമില്ല. അതിന്റെ ഒരു അടുത്ത ലെവലിലേക്ക് ഇത് മാറുക എന്നുള്ളത് പോസിബിൾ ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ ഭയങ്കര ഇന്റലിജൻസ് അല്ല, ഒരു മിനിമം ഇന്റലിജൻസ് അതിൻ്റെതായ ഒരു ഇപ്പൊ എമ്പതിനെ പറ്റി അങ്ങനത്തെ പല സാധനങ്ങളെയും പറ്റും. ഇപ്പൊ പറയുമ്പോൾ അതിങ്ങനെ ഭയങ്കര തത്വമാണ്, പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? സോ ഇതിലിപ്പം ഒരു സംഗതി കാണുന്നത് ഇപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് ഇത് യൂസ് ചെയ്തിട്ടുള്ള പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു പ്രോബ്ലം അത് കൊടുത്തു, അത് ഉത്തരം തന്നു. അപ്പോൾ ചേട്ടാ ഈ ഉത്തരം തെറ്റാണ്, ഇത് ഇന്ന പ്രോബ്ലം ഉണ്ട് ഇതിനകത്തുനിന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം ഐ ആം സോറി, കുറേ അപ്പോളജി സാധനങ്ങളൊക്കെ ലെറ്ററൊക്കെ എഴുതി തന്നിട്ട് പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ സെയിം ആദ്യത്തെ സാധനം തന്നെ തരും. അപ്പോൾ അത് നമ്മൾ ചോദിക്കും ചേട്ടൻ ഇത് തന്നെയല്ല ആദ്യം പറഞ്ഞേ, പിന്നെ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പം പിന്നെയും ഭയങ്കര ഒരു അപ്പോളജിയിൽ, അപ്പോൾ അപ്പോളജിയിലുള്ള സാധനം വയ്ക്കും നമ്മൾ ചോദിക്കും മോനെ ഇത് വേറെ സാധനം തന്നിട്ടുണ്ടെന്ന്, പക്ഷെ അത് സെയിം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നത് ലൈക്ക് ഇതിന് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ ഇപ്പം GPT-4 മാറിയിട്ട് O1 വന്നിട്ടുണ്ട്, അതിൽ കുറേ റീസണിങ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കുറേ കൂടെ എവോൾവ് ആയിട്ടുണ്ട്. അതായത് ഒരു മൾട്ടിപ്പിൾ ഇത് റൺ ചെയ്തിട്ട് അത് ഒരു റീസണിങ് ഒരു ചെയിൻ ഓഫ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ടെക്നിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലൊരു സ്റ്റീപ്പായിട്ട് ഇത് പയ്യെ എവോൾവ് ആവും. പിന്നെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ടൂളുകളൊക്കെ നമ്മൾ സംസാരിച്ച് തീരുമ്പോൾ തന്നെ അത് ഇറക്കി കയറിയിട്ട് ചാടിപ്പോയ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നതും ഇതൊക്കെ. അപ്പോൾ അത് പലരും പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഇൻ്റലിജൻറ്റ് മോഡൽ ബിൽഡ് ചെയ്തതല്ല, അത് ക്ലവർ ലോജിക്കും പ്രോപ്പർ എൻജിനീയറിംഗ് ടെക്നിക്സുമാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു പേസിൽ എവോൾവ് ആവും. പിന്നെ ലൈക്ക് ഇപ്പം മാമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മോഡലുകൾ ഗവേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ലെവൽ ഇത് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ടോപ്പിൽ കുറേ എൻജിനീയറിംഗ് സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇൻ്റലിജൻറ്റ് ഇപ്പം യാൻലേക്ക് എന്നൊക്കെ പറഞ്ഞ റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഈ ഒരു സിസ്റ്റത്തിന് മറ്റേ ഒരു ഹയർ ലെവൽ ഇൻ്റലിജൻറ്റ് മോഡലിൻ്റെ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു മെമ്മറി ഉണ്ട്, പിന്നെ അത് പ്രസ് ചെയ്യുന്ന CPU ഉണ്ട്, ബാക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതിൽ മെമ്മറി പാർട്ടായിട്ട് ഇതിന് ആക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതിലിപ്പോൾ കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഇമേജും ടെക്സ്റ്റും പിന്നെ വോയിസും എല്ലാം അതിനകത്ത് കീപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറെ ലെവൽ അൽഗോരിതംസ് വരുമ്പോഴത്തേക്കും ആ അൽഗോരിതം യൂണിറ്റിന് ഇതൊരു മെമ്മറി ആയിട്ട് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് റീസൺ ചെയ്യും ഇത് ശരിയാണോ അല്ലയോ പറയുന്നത്. ഹ്യൂമന്റെ റീസണിങ് എന്ന് പറഞ്ഞ കേപ്പബിലിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലാംഗ്വേജ് സ്കില്ല, പക്ഷെ റീസണിങ് എന്ന് പറഞ്ഞ കേപ്പബിലിറ്റി ബിൽഡ് ഉണ്ടാവുന്നുണ്ട്. വേറെ എന്തെങ്കിലും അൽഗോരിതംസ് ആയിരിക്കും, അതിപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് എത്തിയില്ല. ഇപ്പം നമ്മളില്ലേ ഉറക്കപ്പിച്ചില്ലേ റീസണിങ് എന്ന് പറയുന്നതാണോ ഇന്റലിജൻസ്? അല്ല ആർക്കും പറയാൻ മാത്രം ആർക്കും. ഞാൻ ചോദിക്കട്ടെ, മേലക്ക് ഉറങ്ങി കിടക്കുക, അപ്പൊ ഞാൻ ഉറക്കത്തിൽ തട്ടി വിളിച്ചിട്ട് മേലക്ക് മറ്റേ കാലിന്റെ കീ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം ആ കാലിന്റെ കീ എങ്ങനെ അൺകോൺഷ്യസ്ലി നമ്മൾ പറയില്ലേ, അപ്പൊ അത് മേലക്ക് ഭയങ്കര ആലോചിച്ചൊന്നും അല്ലല്ലോ പറയുന്നത്, പക്ഷെ അൺകോൺഷ്യസ്ലി പറയുന്നുണ്ടല്ലോ. അപ്പൊ ഏതാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ GPT ചെയ്യുന്നതല്ല, അപ്പൊ GPT ലാംഗ്വേജിന്റെ ഒരു കഥ അറിയാം, ഈ സാധനം എവിടെ ഇരിക്കുന്നതെന്നും GPT അറിയാം. അപ്പൊ അതങ്ങനെ പറഞ്ഞു പോകല്ലോ. ഇത് ഇവനോട് പറഞ്ഞാൽ ഇവനെ വെച്ചിട്ട് എന്താ വണ്ടി അടിച്ചുകൊണ്ട് പോകാന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഈ റീസണിങ് സാധനങ്ങളും വേറെ എലമെന്റുകളൊക്കെ എല്ലാം വേറെ വരുന്നുണ്ടാവും. അപ്പം സോ ഇപ്പോഴും റിസർച്ചേഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വേൾഡ് മോഡൽ ഉണ്ടാവേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. വേൾഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഇതിപ്പം ഈ ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ സെറ്റിന്റെ പുറത്ത് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു മോഡൽ മാത്രമാണല്ലോ. ഒരു വേൾഡ് മോഡൽ എന്ന് പറയുമ്പോൾ ലോകം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, ലോകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇപ്പോൾ ഒരു കൊച്ചു ടിങ്കർ സ്പേസ് എടുത്ത് നോക്കാം. ടിങ്കർ സ്പേസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ടിങ്കർ സ്പേസിന്റെ ഡാറ്റയും ടിങ്കർ സ്പേസിന്റെ ഒരു വേൾഡ് മോഡലും രണ്ട് ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി പലരും പറയുന്നത് ഈ GPT ഇതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അതൊരു മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ പല ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാം. പക്ഷെ അത് മാത്രം വെച്ചിട്ടായിരിക്കില്ല ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എവല്യൂഷൻ എന്നുള്ളതാണ് പറയപ്പെടുന്നത്.
പക്ഷേ ഈ ഒരു കേസിൽ എൻ്റെ പെർസ്പെക്റ്റീവ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് എങ്ങനെയത്. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ലൈക്ക് എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് ബേസ്ഡ് മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് നിന്ന് നെയിം ചെയ്ത് തന്നെ ലൈക്ക് ഹ്യൂമൻ മെമ്മറിയെ മിമിക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെയുള്ള പ്രശ്നം വെച്ചാൽ ലൈക്ക് ഹ്യൂമൻസ് ആക്ച്വലി എങ്ങനെയാണ് മെമ്മറി ഫോം ചെയ്യുന്നത്, ഹ്യൂമൻസ് എങ്ങനെയാണ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ലൈക്ക് എഗെയിൻ നമുക്കിതൊരു കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്ക് അറിയാത്തൊരു സാധനത്ത് നമ്മൾ എങ്ങനെയാണ് മിമിക് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് അതുപോലെ തന്നെ ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മെമ്മറി എന്ന് വിളിക്കുന്നു, CPU എന്ന് വിളിക്കുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഇതിനെങ്ങനെ നെയിം ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ ഇത് ശരിക്കും ഹ്യൂമൻസ് ചെയ്യുന്നത് പോലെയാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ ഒരു ഉത്തരവില്ല. അപ്പം നമുക്ക് അറിയാത്തൊരു സാധനത്തെ നമുക്ക് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് ഇത് ജസ്റ്റ് ഒരു ഓട്ടോമേഷൻ ടാസ്ക്കാണ്. ഇത്രയും ഡേറ്റ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇമേജ് മോഡൽ വേറെ കുറേ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു പല കേസിൽ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ ഹ്യൂമൻസിന് ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അത്ര ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുപോലുള്ള സാധനങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഫണ്ടമെൻ്റലി മെമ്മറി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ തോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ശരിക്കും ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇന്നേറ്റ്ലി പഠിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിസർച്ച് ലെവൽ. അപ്പോൾ അതെങ്ങനെ ഒരു മോഡലിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും എന്നുള്ളത് ഇസ് കുറച്ച് ടു ഏർലി ടു സേ എന്നുള്ളതാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. ഒരു സാധനം എന്തായാലും എനിക്ക് കാര്യമായിട്ടും ചർച്ച ചെയ്യേണ്ടിയിരുന്ന ആംഗിള് കോഡിങ് അല്ലെങ്കിൽ ടെക്നോളജി ക്രിയേഷൻ എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ഇപ്പോഴും ഇതുവരെ മേക്കേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ടിങ്കറപ്പിന്റെ ഒരു ലക്ഷ്യം. അപ്പം അതിൽ മേ ബി ജോയ് ഓഫ് ബിൽഡിംഗ് ആണ് അതിന്റെ കോർ സാധനം. നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി റോബോട്ട് ഉണ്ടാക്കി നീങ്ങുന്നത് കാണുമ്പോൾ കാണുന്ന സന്തോഷമായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി ഒരു സം പോയിന്റ് ഓഫ് ടൈമിൽ നമ്മള് ഓക്കെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് കുറച്ചും കൂടി ആൾക്കാർക്ക് പറഞ്ഞാൽ കേൾക്കാൻ എളുപ്പമാണെന്നുള്ള ഒരു ആംഗിളില് നമ്മൾ ആ ഒരു ആംഗിളും പറയാറുണ്ടായി. പിന്നെയാണ് നമ്മളിങ്ങനെ നമ്മളും ഈ ഒരു ഡിബേറ്റ് പോലെ വന്നു. എന്ന് വെച്ചാൽ കോഡിങ്ങിന് ഒരു ഭാവിയില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ടിങ്കറപ്പിന് ഒരു നീഡ് ഉണ്ടോ, നമ്മുടെ വിഷൻ നമ്മളെ കൺട്രോളിലല്ലാതെ അത് കംപ്ലീറ്റ് ആവുമോ എന്നൊക്കെ ഉള്ള ഒരു ആംഗിൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത് ഓക്കെ മേക്കർ എന്നുള്ളതാണ് നമുക്ക് മോർ ഇമ്പോർട്ടന്റ്. അപ്പം ചിലപ്പം നമുക്കിപ്പം എനിക്ക് ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത, ഞാൻ ഓൾറെഡി ആപ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത സൈക്കിൾ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കോഡ് ചെയ്യാൻ അത്ര ഞാൻ കുറെ ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് സ്റ്റിൽ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ആംഗിളാണ്. അല്ലെങ്കിൽ നമ്മള് പിള്ളേർക്ക് എന്ത് തരം സ്കില്ലായിരിക്കും, അതായത് കോഡിങ് പഠിക്കുന്നത് തന്നെ ഒരു ബിഗ് ഡീൽ ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഹലോ വേൾഡ് റൺ ചെയ്യിക്കുന്നത് തന്നെ ഒത്തിരി വള്ളിയില്ലായിരുന്നു, അതിന് കുറെ മെച്ചപ്പെട്ടു. അപ്പൊ പക്ഷെ അതെന്നെ മതിയോ, അല്ലെങ്കിൽ അതിന് കൂടെ എന്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ അതിൽ എനിക്കൊന്ന് കുറച്ചും കൂടി എല്ലാവരും ഡീപ്പർ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിങ്ങിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, അതല്ലെങ്കിൽ ഇവോൾവ് ആവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മേ ബി പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സൈക്കിൾ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ മാറായിരിക്കും എന്നൊക്കെ ഉള്ള ആൾക്കാർ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് കേൾക്കുകയാണെങ്കിൽ ചിലപ്പം പിള്ളേർക്കാണെങ്കിൽ കുറച്ചും കൂടി ഇതൊന്നും റൈറ്റ് ആൻസർ അല്ല, എല്ലാം നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്, നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് വരുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയനെ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായി. അപ്പൊ ആർക്കെങ്കിലും ഒരു സൈഡിൽ നിന്ന് തോന്നാവുന്നതാണ്. മേ ബി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കോഡിലൊക്കെ നമുക്ക് പിന്നെ വരാം. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കോഡിങ്ങും സാധനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ പ്രോസസ്സിന് എങ്ങനെ മാറിയിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ മാറാൻ സാധ്യത ഉണ്ടാവുമായിരിക്കും എന്നാണ് കേജിക്ക് തോന്നുന്നത്? അല്ല നിങ്ങളുടെ കമ്പനിയിൽ അതിലെന്തെങ്കിലും സാധനം ഇപ്പൊ വിസിബിൾ ആണോ? ഞാൻ എഞ്ചിനീയറിംഗ് സൈഡ് പറയാം. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇതിപ്പോൾ ഒരു ഹോൾ AI വേവ് നടക്കുന്നതുകൊണ്ട് എല്ലാ കമ്പനിക്കും ഡയറക്ടേഴ്സ് ഉണ്ട്. AI എന്തെങ്കിലും ഉപയോഗിച്ചേ പറ്റും. അൾട്ടിമേറ്റ്ലി ആ VC ഡെക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് something.ai. ഇൻഫാക്ട് എല്ലാ കമ്പനീസും റേസ് ചെയ്യുവാണ് .ai ഡൊമെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ എല്ലാ കമ്പനീസും എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. സോ എഞ്ചിനീയറിംഗിന്റെ സൈഡിൽ പറയുകയാണെങ്കിൽ ഇതേപോലെ ഫോർ എഞ്ചിനീയേഴ്സ് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന രീതിയിൽ കുറേ തിങ്സ് ആർ ഹാപ്പനിങ്. ഫോർ എക്സാമ്പിൾ അവരുടെ എഡിറ്റേഴ്സ് ഒക്കെ ലൈക്ക് കഴ്സർ, VS Code കുറേ എൻഹാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ആക്ച്വലി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ a lot of things are happening. Appo we do actually have directives coming telling that maybe കുറച്ച് എഞ്ചിനീയേഴ്സ് പോരെ, അങ്ങനെയൊക്കെ ഡിസ്കഷൻസ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ആക്ച്വലി ഒരു എഞ്ചിനീയർ ഡിപ്പെൻഡൻസ് ഇല്ല ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്ത് കാലത്തിൽ മാറാൻ സാധ്യതയുണ്ട്? അതായത് എന്ത് സാധനം ഉണ്ടാക്കണമെന്ന് കേജക്ക് അറിയാം, പക്ഷെ ഇപ്പൊ കോഡ് ചെയ്യുന്നത് അല്ല. പക്ഷെ കേജക്ക് അറിയാം ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. അത് എന്ത് കാലത്തിൽ ഈ എഞ്ചിനീയർ ഡിപ്പെൻഡൻസ് ഒഴിവാകാൻ പറ്റി, അല്ലെ എന്ത് തരം സാധനത്തിലൊക്കെ അത് പോസിബിൾ ആവുമായിരിക്കും? ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആക്ച്വലി ഒരു ചെറിയ പ്രോഡക്റ്റ് വിത്തൗട്ട് മച്ച് സ്കെയിൽ ഓർ കോംപ്ലക്സിറ്റി ഉണ്ടാക്കാനാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഒത്തിരി എളുപ്പമാണ്. പണ്ടത്തെ പോലെ എനിക്ക് വേറൊരു എഞ്ചിനീയർ ഫ്രണ്ടിനെ റിലൈ ചെയ്ത് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ക്ലോഡിന് കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇമാജിൻ ദാറ്റ് യു ആർ എ ഡെവലപ്പർ XYZ എക്സെട്ര എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അവരത് ഫുൾ കോഡ് എഴുതി തരും. പിന്നെ എനിക്ക് കുറച്ച് കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന സാധനം അറ്റ്ലീസ്റ്റ് കൺവേർട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ചെറിയ പ്രോഡക്റ്റ്, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനായിട്ട് എനിക്കിപ്പോൾ എൻജിനീയേഴ്സിൻ്റെ ഹെൽപ്പ് വേണമെന്നില്ല, എനിക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഐ ഹാവ് ആക്ച്വലി സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് ദാറ്റ്. ഇപ്പോൾ GTM എനിക്ക് ചുമ്മാ ഒരു സാധനം എക്സ്പെരിമെൻ്റ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് എൻജിനീയേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ആക്ച്വലി ഹാപ്പനിങ്. ഡേ ടു ഡേ കോഡ് ചെയ്തതാണെന്നുള്ള പെർസ്പെക്റ്റീവില് മേ ബി ലാസ്റ്റ് 2 years വാട്ട് ചേഞ്ച്ഡ്? സോ പല സാധനങ്ങൾ ഇപ്പം നമ്മൾ എനിക്ക് ഇവിടെ ഇവിടെയുള്ള പലരുമായിട്ട് തന്നെ പല പ്രോജക്ട്സും എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഇപ്പം KJ ആണെങ്കിലും പല ചില ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും. അപ്പം നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കാന്നുള്ളൊരു സാധനം ഉണ്ടാകും. അപ്പം ഇപ്പം ഈ അങ്ങനത്തെ പ്രോജക്റ്റുകളിലൊക്കെയുള്ള ചില റിപ്പീറ്റിംഗ് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം ഡാറ്റാബേസിൻ്റെ മാനേജ് ചെയ്യാനുള്ള കോഡ് എഴുതുക, ഒരു APIയുടെ കോഡ് എഴുതുക, അതൊക്കെ എല്ലാം പലപ്പോഴും നമുക്കൊരു പുതിയ സാധനമായിരിക്കില്ല. അപ്പോൾ ഈ KJ കൊണ്ടുവരുന്ന ഐഡിയ ആയിരിക്കും ആ പുതിയ സാധനം, ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കോർ സാധനം. അപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് വരെ ഞാൻ പിന്നെ ഇരുന്നിരുന്ന് ഈ സെയിം സാധനം എഴുതണം. പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം തരക്കേടുള്ള ലെവലിലൊരു സോഫ്റ്റ്വെയർ പ്രിൻസിപ്പൽ സ്കില്ലുള്ളതുകൊണ്ട് നമ്മുടെ പ്രീവിയസ് ഉള്ള കോഡുകളിൽ നിന്ന് ചില ഫോൾഡറുകളും ഫയലൊക്കെ ഇപ്പോഴത്തേക്ക് ഇട്ടിട്ട് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മൾ പിന്നെ അതെല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ ഉണ്ടെങ്കിൽ മറ്റേ ബാക്കി സാധനം എല്ലാം GPT കൊണ്ട് എഴുതിപ്പിക്കാം. നമ്മൾ മെയിൻ സാധനം അതും മേ ബി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ GPT കൊണ്ട് എഴുതിപ്പിക്കാം. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും ടൈം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ML ആണെങ്കിൽ പർട്ടിക്കുലർ സാധനം ചെയ്യുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി കോഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് പോകാനുള്ളത് ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിന് കുറേ കൂടെ ടൈം കിട്ടുന്നുണ്ടാവും. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റൽ പ്ലസ് AI ആംഗിളിലായതുകൊണ്ട് അവിടെ ഈ കോഡ് ചെയ്യുന്ന എന്നുള്ളതിനേക്കാളും ഒരു PM ചെയ്യുന്ന ജോബാണ് കുറേ കൂടെ പ്രൈമറി സാധനങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതായത് എങ്ങനെ പ്രോപ്പർലി യൂസേഴ്സിനോട് സംസാരിക്കുക, അതും അണ്ടർപ്രൈവേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ എന്തെങ്കിലും ആക്സസിബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ആളുകൾ വരുമ്പോഴത്തേക്കും അതിൽ ആ ആംഗിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം നമുക്കതിൽ അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് സ്കില്ലും കൂടെ ഉള്ള ഒരാൾക്ക് അത് കേൾക്കുമ്പോൾ കുറേ കൂടെ മെത്തേഡ്സ് നമുക്ക് മൈൻഡിൽ കണ്ടിട്ട് അതൊന്ന് നോക്കാൻ പറ്റും. അപ്പം ഒരു ഇപ്പോൾ അതിനൊക്കെ കുറേ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരാളോട് സംസാരിച്ചിട്ട് ഇന്നതൊക്കെയാണ് പ്രശ്നം എന്നിട്ട് പെട്ടെന്ന് ചെയ്ത് ചേട്ടാ ഇതൊന്ന് നോക്കാമോ, ഈ ചേച്ചി ഇത് സോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് പോയി കാണിക്കാനൊക്കെ കുറേയും കൂടെ ഭയങ്കര ഇത് വരുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നത് എൻ്റെ സ്കിൽസ് കുറേയും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു ഡെവലപ്പർ നല്ല ഒരു ML എഞ്ചിനീയർ ഒന്ന് നിൽക്കുന്നതിനേക്കാളും കുറേയും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ബാൻഡ് വിഡ്ത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം ടെക് അല്ലാത്ത ലെവൽ സ്കില്ലുകളിലോട്ടും കൂടെ കുറേയും കൂടെയൊക്കെ ഇപ്പം പലരും എൻജിനീയേഴ്സൊക്കെ പലരും ഞാൻ പ്രീവിയസ് വർക്ക് ചെയ്ത കമ്പനികളിലൊക്കെ അവർ 1-2 തവണ യൂസർ സെർച്ചിൽ ഇവരും പാർട്ടായിട്ടുണ്ടായിരുന്നു ഡെവലപ്പേഴ്സ്. അപ്പം എൻ്റെ ഒരു കൊളീഗ് പറയുണ്ടായി, പുള്ളിക്കാരിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു PMO എന്ന് പറഞ്ഞു തരുന്നത് ഒബ്വിയസ്ലി ദാറ്റ് വിൽ ബി എ ഗുഡ് തിങ്. പക്ഷേ യൂസറിൻ്റെ വായുന്നത് കേൾക്കുമ്പോഴത്തേക്കും കുറേ കൂടെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് PMനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സാധനം വരില്ല. അപ്പം നമുക്ക് ആ ഫ്രണ്ട് യൂസർ ഇത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇന്ന ആൾ വന്നത് ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ലെവലിലോട്ടും എനിക്ക് എൻ്റെ ഒരു അരേനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. മോർ ദാൻ നമ്മൾ GPT കൊണ്ട് കുറേപ്പിച്ച് റൺ ചെയ്യുക എന്നുള്ളതിനേക്കാളും കുറേയും കൂടെ നമുക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, കുറേ കൂടെ ലേൺ ചെയ്യാൻ പറ്റും. ഒരു ഫ്യൂ ഇയേഴ്സിൽ അത് ഇനി എങ്ങനെയും കൂടി ഇവോൾവ് ആവുമായിരിക്കുന്നത് ഗോപിക്ക് തോന്നുന്നു? ഒരു പ്രാക്ടിക്കൽ ഡേ ഓഫ് എ ഡെവലപ്പർ എങ്ങനെ ഇവോൾവ് ആവുമായിരിക്കും? ഒരു 1-2 years നോക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പർലി ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സെറ്റപ്പ് ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ
അവർക്ക് യൂസറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ കൂടെ PM ആയിട്ട് എനിക്കൊന്ന് KJക്ക് കുറേ കൂടെ ആയപ്പോൾ പറയുന്നുണ്ട് പലപ്പോഴും PM ഡെവലപ്പർ കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ഒരു ഗ്യാപ്പ് വരെ ഉണ്ടാവില്ല. കാരണം ഡെവലപ്പേഴ്സിന് നിങ്ങൾ എന്തുകൊണ്ടാണ് ചില സാധനങ്ങൾ പറയുന്നതെന്നുള്ളത് ക്ലിയർ ആവാത്ത ചില സൈനാരിയോസ് ചില സമയങ്ങളിൽ ഉണ്ടാവാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒരു PM അല്ലെങ്കിൽ ബാക്കി യൂസറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറയും. പിന്നെ നമുക്ക് കുറേ കൂടെ പ്രോട്ടോടൈപ്പ് ചെയ്ത് പല മെത്തേഡുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ടൈമുകൾ ഭയങ്കര കൂടുതൽ കിട്ടും. പിന്നെ എന്താണ് അത് ടൈം ലൈൻസ് ഒക്കെ കുറേ കൂടെ സിംപ്ലിഫൈഡ് ആയിരിക്കും. ഇതൊക്കെയാണ് ഒരു ഡെവലപ്പറിൻ്റെ ഇതിൽ വരുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓക്കെ അത് ഒരു കമ്പനിയുടെ ഇതിൽ ഒരു യൂഷ്വൽ ഒരു ജോയ് ഓഫ് അതിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു ഡെവലപ്പർ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റിയും ടൈമും അവൈലബിൾ ആയിരിക്കും. അപ്പം അത് പെട്ടെന്നൊരു ഇതിൽ നോക്കുകയാണ് ഒരു പർട്ടിക്കുലർ അൽഗോരിതം മൈൻഡിൽ വന്നു. അപ്പം പ്രൊവൈഡ് ദാറ്റ് അയാൾക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കഥയും അത് പ്രോപ്പർലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം നോക്കിയിട്ട് ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സാധ്യതകൾ കൂടുതലായിരിക്കും. അതാണ് ഞാൻ പൊതുവെ കാണുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ച കോഡിങ്ങിനെ ആലോചിക്കണേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ChatGPT അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്നപ്പോൾ അത് പറയുന്നത് ജൂനിയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഷോർട്ട് സൈറ്റ് എഴുതുന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ജൂനിയർ എഞ്ചിനീയർ? ലൈക്ക് ഇപ്പൊ ഈ ഉള്ള സീനിയർ എഞ്ചിനീയേഴ്സ് ഒക്കെ ഒരു പോയിന്റിൽ ജൂനിയർ എഞ്ചിനീയേഴ്സ് ആണ്. ഐഡിയലി എങ്ങനെയാണ് ഒരു സീനിയർ എഞ്ചിനീയർ ഒരാൾ സീനിയർ എഞ്ചിനീയർ ആകുന്നത്? കോഡിങ് മാത്രമല്ല അവരുടെ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, പുതിയ നമുക്ക് അൺസർട്ടനിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, ബാക്കിയുള്ളവരെ എങ്ങനെയാണ് പഠിപ്പിക്കാൻ പറ്റുന്നത്. ഐ മീൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ അറ്റ്ലീസ്റ്റ് ഇതാണ് ഒരു ജൂനിയർ എഞ്ചിനീയർ വേഴ്സസ് ഒരു സീനിയർ ആളുടെ ഡിഫറൻസ്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാനേജർ, ഒരു ഐഡിയൽ എഞ്ചിനീയറിംഗ് മാനേജർ വിൽ ബി സംബഡി ഹു ക്യാൻ ടീച്ച് പീപ്പിൾ ഹൗ ടു ഡു ദിസ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ എല്ലാ ജൂനിയർ എഞ്ചിനീയേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നമുക്ക് ആരും കാണത്തില്ല. അപ്പൊ എലിമിനേറ്റിംഗ് ജൂനിയർ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള തോട്ട് പ്രോസസ് ആണ് ഭയങ്കര ഷോർട്ട് സൈറ്റഡ് തോട്ട് പ്രോസസ് ആണ്. അപ്പം പ്രോബ്ലം സോൾവിംഗിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഓൾവേസ് ഹാവ് എ മാർക്കറ്റ് ഫോർ തിങ്സ്. മനസ്സിലല്ലേ? അതൊരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോഡിംഗ് ആണ് അറ്റ്ലീസ്റ്റ് ടെക്നോളജി അഡ്ജസ്റ്റൻസ് സാധനങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത് കോഡിംഗ് വെച്ചിട്ടാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പം ലെറ്റ്സ് സേ ലാർജ് ലാംഗ്വേജ് മോഡൽസ് വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, ശരി. പക്ഷേ ആ ഫണ്ടമെന്റൽ പ്രോബ്ലം സോൾവിങ് ഒരിക്കലും ഇപ്പോഴും ആ മോഡലിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതിന് യു വിൽ ഓൾവേസ് നീഡ് പീപ്പിൾ ആൻഡ് വി ഷുഡ് ഓൾസോ ടീച്ച് പീപ്പിൾ ഹൗ ടു ഡു ദാറ്റ്. അപ്പം ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ അത് പഠിപ്പിക്കാനും ഒരു ഇത് വേണം. അപ്പം ഒരു ലെവലിൽ നിന്ന് ഒരാളെ എലിമിനേറ്റ് ചെയ്ത് നാളെ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഈ ജൂനിയർ എഞ്ചിനീയേഴ്സ് ആണല്ലോ പിന്നീട് സീനിയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് മാറുന്നത്. അല്ലാതെ സീനിയർ എഞ്ചിനീയേഴ്സ് ചുമ്മാ മുളയ്ക്കുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനൊരു ഇതിപ്പോ പ്രോഡക്റ്റ് അനലിസ്റ്റിന്റെ റോൾ എടുക്കാന്ന് ജൂനിയർ പ്രോഡക്റ്റ് അനലിസ്റ്റ് ഇപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിന്റെ ഇവന്റ്സ് കോൺഫിഗർ ചെയ്യുക, പിന്നെ ഡാഷ് ബോർഡ്സ് ഉണ്ടാക്കുക. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ തന്നെ പ്രോഡക്ട്സ് ഉണ്ട് ഓൾറെഡി. മിക്സ് പാനലിന്റെ ഇവന്റ്സ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇതുണ്ട്. ഡാഷ് ബോർഡ്സ് ഓൾറെഡി തന്നെ മനസ്സിലാക്കി പല ഡേറ്റ സോഴ്സിൽ നിന്ന് ഡേറ്റ എടുത്ത് ബ്യൂട്ടിഫുൾ വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന. അപ്പൊ ഇങ്ങനത്തെ റോൾസ് ഒക്കെ അപ്പൊ എന്താ ആയിട്ട് അതാണ്. സോ അറ്റ്ലീസ്റ്റ് എന്റെ പെർസ്പെക്റ്റീവ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് സി ഇപ്പൊ KJ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. KJ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് ഫ്രം വാട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഡസ് നോട്ട് ഡയറക്ട്ലി ആഡ് വാല്യൂ. കാരണം മിക്സ് പാനൽ ചെയ്യുന്നത് മിക്സ് പാനൽ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. മിക്സ് പാനൽ വിൽ ഷോ യു a lot of data in specific formats, let's say. അതിനകത്തുനിന്ന് ഡേറ്റയിൽ ഇൻസൈറ്റ് ഗ്യാദർ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. അപ്പം ഐഡിയലി നമുക്കൊരു പ്രോഡക്റ്റ് അനലിസ്റ്റിനെ വേണമെങ്കിൽ അവരെ ഇഫ് യു ഹാവ് ടു അപ്സ്കിൽ ദം, നമ്മൾ ശരിക്കും അവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ആ ഡേറ്റ. ഓക്കെ, നിങ്ങൾക്ക് ഡേറ്റ ഒരു 100 ഡിഫറെന്റ് ഫോർമാറ്റിൽ കൊണ്ടുവരാം, പക്ഷെ വാട്ട് ഡസ് ഇറ്റ് ചെയ്യുന്ന എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഒരു പ്രോഡക്റ്റ് അനലിസ്റ്റിനെ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഡേറ്റ അനലിസ്റ്റിനെ പഠിപ്പിക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി പല സാധനങ്ങളും നടക്കുന്നില്ല. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ച പലരും ചെയ്യുന്ന ഓട്ടോമേറ്റബിൾ ജോലികളാണ്. കാരണം മെയിൻ സാധനങ്ങൾ അവർ അത് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു പ്രോഡക്റ്റ് അനലിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഐഡിയലി ദെയർ സ്കിൽ ഷുഡ് ബി വൈ ഇസ് സംതിങ് ഹാപ്പനിങ് ഓർ ലൈക്ക് വാട്ട് ആർ ദ കൺക്ലൂഷൻസ് യു ഡ്രോ ഫ്രം ഡേറ്റ എന്നുള്ളതാണ്. അല്ലാതെ 4 ഇവന്റ് കോൺഫിഗർ ചെയ്യുന്നു. ഇവന്റ് കോൺഫിഗർ ചെയ്യണം, ശരിയാണ്. അല്ലെങ്കിൽ മറ്റേ ഇവന്റ് കോൺഫിഗർ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു റോട്ട് പ്രോസസ്സാണ്. ഇത് എഴുതി ഒരു സ്പെക് ഒക്കെ ഉണ്ടാക്കി ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ അത് ഓട്ടോമേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ഇറ്റ് ഇംപ്രൂവ്സ് എവരിബഡീസ് പ്രൊഡക്ടിവിറ്റി.
പക്ഷേ നല്ലപോലെ ഇവന്റ് കോൺഫിഗർ ചെയ്തുകൊണ്ടോ എക്സ്പാനിൽ 4 ഡാഷ്ബോർഡ് ഉണ്ടാക്കിയോണ്ടോ നമുക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ട് യൂസർ ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുന്നില്ല എന്നുള്ളത് നമ്മൾ അതിനൊരു ആൻസർ കണ്ടുപിടിച്ചേ പറ്റും. അതൊരിക്കലും ഇതുവരെ ഒരു മോഡലിന് ഓട്ടോമാറ്റിക് അല്ല. വേണമെങ്കിൽ അതൊരു 100 പോസിബിലിറ്റി കാണിക്കും. പക്ഷേ 100 പോസിബിലിറ്റി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തിരുന്ന കുറെ കാര്യങ്ങളിലും കുറെ റോൾസിന്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെ ചേഞ്ച് ചെയ്യുവാണ്. ലൈക്ക് ഈ വാട്ട് എവർ ഓട്ടോമേറ്റഡ് ടാസ്ക് ഇപ്പൊ പറഞ്ഞ ഈ പർട്ടിക്കുലർ കേസിൽ നിന്ന് മാറി ലൈക്ക് പ്രോബ്ലം സോൾവിങ് ക്യൂരിയോസിറ്റി ഡ്രിവൺ. പണ്ട് ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു റോളിൽ പലരും ചെയ്തിരുന്നത് പോലെയുള്ള പ്രോഗ്രാം ലാംഗ്വേജിലൊക്കെ അല്ല പൈത്തൺ തന്നെ മോഡലുകൾ ട്രെയിൻ ചെയ്തിട്ട് അവരിങ്ങനെ അത് ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സിന് കൊടുക്കും. പിന്നെ ബാക്ക് എൻഡിലെ ആൾക്കാരാണ് ഇത് എടുത്തിട്ട് APIs ഒക്കെ ചെയ്യുന്നത്. അത് പിന്നെ ഒരു പോയിന്റ് ഇപ്പോൾ ആ ട്രെൻഡ് മാറി. ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ മോഡലും ട്രെയിൻ ചെയ്യണം, അതിൻ്റെ മറ്റേ API റാപ്പ് ചെയ്ത് അതൊരു അവൈലബിൾ API ആയിട്ട് ബാക്കിൻ്റെയൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലും ആക്കണമായിരുന്നു. പിന്നീട് ഒരു പോയിന്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും MLOps കൂടെ വന്നു. ഇപ്പം പലരും MLOps കൂടെ അറിയുന്ന ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ MLOps ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, DevOps പോലെ നിൽക്കുന്നുണ്ട്. അതായത് ഈ മോഡൽ ബിൽഡ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ സ്കെയിലബിലിറ്റിയുടെ പ്രോസസ്സും കൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇവൻ്റലി മാറിയ പോലെ ഇപ്പോൾ KJ പറഞ്ഞ പോലെ ഒരു റോള് നേരത്തെ ഒരു ചെറിയ സാധനങ്ങൾ ചെയ്ത ആളുടെ റോൾ എക്സ്പാൻഡ് ചെയ്ത് അത് കുറേ കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ട് അങ്ങനെ ആ ടൈറ്റിൽ മാറും. അതാണ് എൻ്റെ ഒരു തോട്ട്. അതായത് ഇപ്പം ഓക്കെ ഒരു പ്രൊഡക്റ്റ് അനലിസ്റ്റ്, ജൂനിയർ പ്രൊഡക്റ്റ് അനലിസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ നേരത്തെ അയാളെ എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നതിനേക്കാളും കുറേ കൂടെ ആ JDയുടെ പേജുകൾ കൂടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻസ് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നേരത്തെ യു ഹാവ് ഫുൾ സ്റ്റാക്കിംഗ് ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാരും പതുക്കെ എല്ലാ കമ്പനിയിലും ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയേഴ്സിലോട്ടാണ്. പ്രോബ്ലംസും ഉണ്ട്, പ്രോസും ഉണ്ട്, കോൺസും ഉണ്ട്. കാരണം ഇപ്പൊ ഫ്രണ്ട് എൻഡ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റേ ചിലപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയറെക്കാളും നന്നായിട്ട് ഫ്രണ്ട് എൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കമ്പനിയുടെ റോളും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് എൻഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ ഇപ്പോൾ ഓക്കെ ഒരു ഫുൾ സ്റ്റാക്ക് ബാക്ക് എൻഡ് ഭയങ്കര ഒപ്റ്റിമലായിട്ട് റൺ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു കമ്പനിയിൽ ചിലപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് എടുത്താൽ വർക്കാവില്ല. അങ്ങനത്തെ പല സാധനം ഇതെല്ലാം ബേസിക്കലി ഒരു ഇൻ്റലിജൻറ്റ് ഡിസിഷൻസിൻ്റെ ബേസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസും IT തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒക്കെ സിലബസ് മാറ്റണം, ChatGPT ഒക്കെ സിലബസ് വേണമെന്നുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സ്കില്ലുള്ള ഒരാൾക്ക് പ്രോപ്പർലി കാര്യങ്ങൾ ക്വരി ചെയ്ത് ചോദിക്കാൻ പറ്റും. ഓക്കെ എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ ആക്കി തന്നെ എന്നിട്ട് അതിനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കണമെന്ന് പറയാനുള്ളൊരു സ്കില്ല് വരുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനോ ഇപ്പം സെയിം KJ പറഞ്ഞുള്ളൂ. നേരത്തെ ഈ ഇത് കോൺഫിഗറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു ടൂൾ ഉണ്ടെങ്കിലും അയാൾക്ക് അവിടെ വന്നിട്ട് പ്ലീസ് ക്രിയേറ്റ് ഡാഷ്ബോർഡ് വിത്ത് ഡാറ്റ ആൻഡ് ദിസ് എന്ന് പറഞ്ഞാൽ ChatGPTക്ക് മനസ്സിലാവില്ലേ ഇതെന്താ പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്കില്ലില്ലാത്ത ഒരാൾക്ക് ഒബ്വിയസ്ലി ഡേ 1 വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇത് നമ്മളൊരു ജൂനിയർ എഞ്ചിനീയറിനെ ഇടയ്ക്ക് ഒരു ജൂനിയർ പ്രൊഡക്റ്റ് അനലിസ്റ്റിനെയാണ് അപ്സ്കിൽ ചെയ്ത് ഒരു സീനിയർ ഇതിലോട്ട് എത്തിക്കുക എന്നുള്ളത് മാറ്റാൻ പറ്റില്ല. ഞാൻ ആലോചിക്കായിരുന്നു ഒരു 15 വർഷം മുമ്പ് 2010 ഭയങ്കര ഇന്റർനെറ്റ് എത്ര കോമൺ ആകുന്ന സമയത്ത് വലിയ കമ്പനികളിലൊക്കെ ഓൺ പ്രിമൈസ് സിസ്റ്റംസ് ആയിരുന്നു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സാധനം. അത് എത്ര ഒരു 5 വർഷത്തില് ഭയങ്കര സ്മോൾ നമ്പർ ഓഫ് ഇയേഴ്സിലാണ് ആൻഡ്രോയിഡ് ഫോൺ വന്നതും ഇത്ര ആൾക്കാരിലേക്ക് എത്തിയോ. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് ഈ ക്ലൗഡ് അറൗണ്ടിൽ എത്ര ഓപ്പറേഷൻ, അതുവരെ ക്ലൗഡ് ഇല്ല, ഡെവോപ്സ് ഇല്ല, ഒരു സാധനങ്ങളും ഇല്ല. പക്ഷെ ഇങ്ങനെ നമുക്കറിയാം ജനറലി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമായിട്ടല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ആ OSന്റെ ഡിപ്പെൻഡൻസി ഇപ്പൊ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ശരിക്കും ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് ആക്ച്വൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡെവോപ്സ് ഇങ്ങനത്തെ നമുക്ക് അറിയുന്ന ക്ലൗഡ് ഡെവോപ്സ് ഇല്ലായിരുന്നു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടി. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ CCNA അങ്ങനത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സ് ഭയങ്കര സംഭവം. ഇപ്പൊ ഇവിടെ ഒരു 200 ആൾക്കാർ അറ്റ് എ ടൈം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്തില്ല, അത് വൈഫൈ ആക്കിയോണ്ടായിരിക്കും അല്ലെങ്കിൽ ആ പോർട്ട് കൊടുക്കുന്നതായിട്ട് ഒരു ആളുടെ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സെർവർ വേണ്ടിയിരുന്നു. ഈ പരിപാടി ഒന്നും ആക്ച്വലി നിന്നു. അപ്പൊ അതുപോലെ അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ യൂസ്, അതായത് കുറെ സാധനങ്ങൾ ഭയങ്കര സിംപ്ലിഫൈ ചെയ്യും. അതായത് നമുക്ക് പോയിട്ട് ഒരു സെർവർ ഫിസിക്കലി ഉണ്ടാക്കി ഇൻസ്റ്റാൾ ചെയ്ത പരിപാടികളില്ല. ആ സമയത്ത് ആക്ച്വലി മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ വേൾഡ് കുറെ കൂടി ആൾക്കാർ ആക്സസിബിൾ ആകുമ്പോൾ ആക്ച്വലി പുതിയ സെറ്റ് ഓഫ് ഒരു ഡെവോപ്സ് എഞ്ചിനീയർക്ക് കൂടുതൽ പോസിബിലിറ്റീസ് വന്ന പോലെ. അതായത്
കാരണം വെച്ചാൽ നമ്മളെല്ലാവരും യൂസേഴ്സ് ആയി മാറിയല്ലോ. 15 വർഷം മുമ്പ് നമ്മളൊരു സോഫ്റ്റ്വെയറിന്റെ യൂസർ അല്ല. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇനിയും കുറച്ചുകൂടി ഡീപ്ലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാണ്, അതായത് ജനറേറ്റീവ് AI വെച്ചുള്ള ടൂളുകൾ യൂസ് ചെയ്യാണ്. അങ്ങനെ ആ നേരം പല കൂടുതൽ സ്പെസിഫിക് ഡൊമൈനിലേക്ക് പോകുന്നു. അപ്പം ഇപ്പൊ നമ്മളിപ്പം ഇപ്പഴാണെങ്കിൽ പോലും നമ്മൾ എത്ര ആൾക്കാർ ഡേ ടു ഡേയില് ഇപ്പൊ സാധാരണ ഒരാള് ഡേ ടു ഡേ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഒരു ജനറേറ്റീവ് ടൂൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വേണ്ടി വരുമോ? അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമോ വേൾഡ് എന്നുള്ളതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ടെക്കിന്റെ വേൾഡ് ബേസിക്കലി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമെന്ന് ഇതുവരെയുള്ള സാധനങ്ങൾ വെച്ച് നോക്കുമ്പോ അല്ല, ഈവൻ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഡെവലപ്സിന്റെ ഇത് നോക്കി കഴിഞ്ഞാലും ലൈക് കോറായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ കുറച്ച് പേര് മതിയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അലൈഡായിട്ട് കുറെ എക്സ്പാൻഡ് ഇതിൽ ഇപ്പൊ എന്താണ് എങ്ങനെയാണ് AWS സിസ്റ്റം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അതിനുള്ള സർട്ടിഫൈഡ് പ്രൊഫഷണൽ. ഇപ്പൊ ലൈക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ AWS ഇഷ്ടംപോലെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ എക്കോസിസ്റ്റം ഉണ്ടാവും. അതുപോലൊരു സാധനം ജനറേറ്റീവ് AI ഈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം എന്തായാലും ഉണ്ടാവും. അത് കുറച്ചുകൂടി ഡെവലപ്പേഴ്സ് എന്നുള്ള ആ സെഗ്മെന്റ് ഓഫ് ആൾക്കാരുടെ നീഡോ ക്വാളിറ്റിയോ കൂടുകയോ കുറയായിരിക്കോ ചെയ്യാന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ചോദിച്ചു. ഈ എസ്പെഷ്യലി ചെന്നൈ എന്നുള്ളതല്ല, ചെന്നൈ വരുമ്പോ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സർവീസസ് വേണ്ടി വരുമ്പോ മേ ബി താഴെ ലെവലിലെ കുറെ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് പോയാലും കൂടുതൽ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷൻ നോളജ് ഉള്ള ആൾക്കാരെ കൂടുതൽ വേണ്ടി വരുമോ അല്ലെങ്കിൽ കുറവ് വേണ്ടി വരുമോ? ശരിക്കും ഒരു എൻഡ് യൂസർ തുറന്ന ടെക് ഒന്നും കൊള്ളാവുന്ന ഒരു സാധനവും ആക്ച്വലി ഗവൺമെന്റ് ഉണ്ടാക്കുന്നില്ല. ഇപ്പോഴേ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ പോസിബിലിറ്റി വരികയായിരിക്കും. അങ്ങനത്തെ ഇപ്പം ഗവൺമെന്റ് സർവീസ് നമുക്ക് ചാറ്റ് ബോട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കുറെ കൂടി ആൾക്കാർ വേണ്ടി വരുമോ എന്നുള്ളതാണ് എന്റെ. പക്ഷെ അവിടെ നമ്മൾ ഫസ്റ്റ് ആൻസർ നമുക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം ഈ ജെന്നൈ വെച്ച് ഉണ്ടാക്കുന്ന സിസ്റ്റത്തിന്റെ ക്വാളിറ്റി എന്താന്നുള്ള അനുസരിച്ചാണ്. ഇപ്പോഴും നമ്മളൊരു ഹൈപ്പ് സൈക്കിളിലാണ്. അപ്പം ജെന്നൈ വെച്ച് സപ്പോസ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അത് ഈ പറയുന്ന പോലെ നല്ലപോലെ സ്കെയിൽ ചെയ്യോ. ഇപ്പം എന്താണ് ഒരു കോഡിങ് അറിയാത്ത ഒരാള് ഒരു ഗവൺമെന്റ് വെബ്സൈറ്റിന്റെ സ്കെയിലിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ സ്കെയിൽ അയാൾക്ക് റൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ബേസിക്കലി ആ ക്വസ്റ്റ്യൻ. ഐ മീൻ അതിന്റെ ആൻസർ അനുസരിച്ചിരിക്കും ബേസിക്കലി നടക്കില്ലോ എന്നുള്ളത്. അപ്പൊ അതാണോ ഇല്ലയോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്റെ പെർസ്പെക്റ്റീവിൽ അല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഒരു ഓട്ടോമേഷൻ സാധനങ്ങളാണ്, കുറെ ഓട്ടോമേഷൻ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വെബ്സൈറ്റ് സ്കെയിൽ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ, അതിന്റെ റീസൺ എന്തുകൊണ്ടാണ്, എന്നിട്ട് അത് കറക്റ്റായിട്ട് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ലാംഗ്വേജ് മോഡൽസ് ശരിക്കും പറ്റുമെന്നുള്ളത്. അപ്പം ഇത് സോൾവ് ചെയ്യാൻ ഒറിജിനൽ ഒരു എന്താണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു സീനിയർ എഞ്ചിനീയറോ ശരിക്കും വേണ്ടി വരും ആ സ്കെയിലിംഗ് പ്രോബ്ലം ഇപ്പോഴും സോൾവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ലൈക്ക് എക്സ്ട്രീംലി സ്കിൽഡ് ആയിട്ട് ഉള്ള ഒരാൾക്ക് ചിലപ്പം ഇതുപോലൊരു സാധനം വെച്ചിട്ട് ദാറ്റ് മൈ ബി മോർ ഡൗൺ ടു ഹിസ് സ്കിൽ റാദർ ദാൻ യുനോ ലൈക്ക് ഓൺ ആൻ ആവറേജ് എല്ലാവർക്കും ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പെസിഫിക് ആൾക്കാരെ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇല്ലെങ്കിൽ ഇപ്പൊ കാണുന്നത് അനുസരിച്ച് ഐ മീൻ ഈ മോഡലുകൾക്ക് അങ്ങനത്തെ അതല്ല പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കിൽ ഇപ്പോഴും ഇല്ല. ലൈക്ക് ഹാർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇപ്പം മറ്റേ പല ലൈബ്രറീസ് എടുത്ത് ഇപ്പോൾ ഓലാമ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈബ്രറീസ് ഉണ്ട്. അതായത് ഓലാമ വെച്ചിട്ട് നമുക്ക് ഡോക്കറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ചുമ്മാ ഒരു കമാൻഡ് അടിച്ച ഒരു മോഡൽ സിസ്റ്റത്തിൽ വന്ന് കിടക്കും, അതിനോട് പ്രോംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ എഴുതുന്നത് മറ്റേ ഗൂഗിളും റെസ്റ്റിലും ഒക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ ഇതുപോലത്തെ ടൂളുകളുടെ ആവശ്യകതകൾ വരുമ്പോഴത്തേക്കും കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ എഴുതിയാൽ ഇത് ഒപ്റ്റിമൈസ്ഡ് ആവുന്ന സെനാരിയോസ് അല്ലെങ്കിൽ ഈ ML-ൻ്റെ ആ മോഡൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പാർട്ടല്ലാതെ അതുകൊണ്ടുള്ള സാധനങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ സോഫ്റ്റ്വെയർ സ്കില്ലുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും. പിന്നെ പല സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ചീപ്പായിട്ട് റൺ ചെയ്യുന്ന സാധനങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് വരും. അങ്ങനെ ഒരു വശത്ത് ജോബുകൾ കുറേ വരും ഇതിൻ്റെ നെസസിറ്റി വെച്ചിട്ട്. രണ്ട് ഞാൻ കാണുന്നത് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഈ ഓഷ്യനോഗ്രഫിയൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ കപ്പലിലോ അങ്ങനെയുള്ള ജോബുകളല്ലേ ഇപ്പം ഉള്ളൂ. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഞാൻ ബോട്ടണിയാണ് പഠിച്ചത്, എന്നിട്ട് ഞാനൊരു 2 കൊല്ലം 3 കൊല്ലം PSC അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ നോക്കി, അത് സൈഡായി. അപ്പം ഞാനിപ്പം എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത് പലപ്പോഴും സംഭവിക്കുന്നത് ഓപ്ഷൻസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം അതൊന്ന് തപ്പിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് ISO തൊട്ട് പല കമ്പനികളും നമ്മൾ പോയി തപ്പി പിടിക്കണമെന്നേ ഉള്ളൂ.
അപ്പം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സോഷ്യൽ ഇമ്പാക്റ്റിൽ വർക്ക് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസും കമ്പനികളൊക്കെ ഇതിലൊക്കെ എല്ലാം പല പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ എന്നുള്ളതിനപ്പുറത്തേക്ക് പല ആംഗിളുകളിൽ പല പ്രൊജക്റ്റുകൾ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലീഗലിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ഇപ്പോൾ ബോട്ടണി അല്ലെങ്കിൽ ഒരു ഇതൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ അതുകൊണ്ട് മാത്രം ജോബ് ചെയ്തിരുന്ന ആളുകൾക്ക് ഒരു മേ ബി ഇപ്പം ഇങ്ങനത്തെ റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ആൻഡ്രോജൻ എന്ന് പറഞ്ഞിട്ടൊരു വൈസി ബാക്ക്ഡ് സ്റ്റാർട്ടപ്പ് ഉണ്ട്. അവർ മറ്റേ ജീനോംസ് പോളിമറുകളൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ബേസിക്കലി അതിൽ സ്കില്ലുള്ള ഒരാൾ വേണം, ഒരു എഞ്ചിനീയറും വേണം. മറ്റേ പണ്ട് ആരോഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഏതൊരു ടോം റൂമിൽ ഇരുന്നിട്ട് മറ്റേ ആ പേപ്പർ വായിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പർട്ടിക്കുലർ ഏരിയസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകൾക്ക് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ബോട്ടണി അല്ലെങ്കിൽ ഇത് ഓഷ്യനോഗ്രഫി ഒക്കെ പഠിച്ചവർക്ക് ക്ലൈമറ്റ് ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ടെക് സ്റ്റാർട്ടപ്പുകളിലോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ്സുകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വരും. പിന്നെ ലീഗലിൽ ഇപ്പം കോർപ്പറേറ്റ് ലോ ഇതിലൊക്കെ പഠിച്ച ഒരാൾക്ക് മേ ബി പോളിസിയിലോട്ട് കുറേ കൂടെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ എൻജിനീയേഴ്സിൻ്റെ ജോബുകൾ കൂടാന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വരായിക എന്നുള്ളതിനൊപ്പം തന്നെ ബാക്കി ആളുകളുടെ ഓപ്പർച്യൂണിറ്റീസും കുറേ കൂടെ ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പം പണ്ട് ഇതൊന്നും ആരും നോക്കൽ പോലും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഇപ്പം മെഡ്പാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ മോഡൽ വെച്ചിട്ട് പല സാധനങ്ങളും മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്ലോസ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ ക്യാമിയോയിൽ മറ്റേ 2 സിനിമകളിലെ ആൾക്കാർ 3ാമത് സിനിമയിൽ ഒരുമിച്ച് വരുന്ന പോലെ സോറി അതൊക്കെ ബേസിക്കലി ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള പല സ്കില്ലുള്ള ആൾക്കാർ ഒരുമിച്ച് വരാനുള്ള ഒരു പോസിബിലിറ്റിയും അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഗോപി പറയുന്ന കേസിലൊക്കെ ഡൊമൈൻ എക്സ്പേർട്സ് ആണ്. അതെ അതാണ് അവിടുത്തെ കാതല്. അതെ അത് ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇപ്പം GPT അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂളുകൾ വെച്ചിട്ട് പല സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡൊമൈൻ എക്സ്പെർട്ടൈസും അല്ലെങ്കിൽ ആ ഡൊമൈൻ അതുകൊണ്ടുള്ള ആ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കുറേ നമ്മൾ അൽഗോരിതംസ് അല്ല പറയുന്നത് മെത്തേഡുകളുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഡൊമൈൻ എക്സ്പെർട്ടൈസിന് മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നെറ്റിൽ നോക്കി അറിയാൻ പറ്റും എങ്ങനെയാണ് ഇപ്പം ഒരാൾ തെറാപ്പി എടുക്കുന്നതിന് പല പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഒരു കോഡാക്കി മാറ്റിയിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടോണ്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം അതിന് ഓൾറെഡി നോഹ ഉള്ള ഒരാൾക്ക് ഒരു ബേസ് ബോട്ട് ബേസ് എന്നൊരു ടൂൾ ഉണ്ടാക്കാൻ പറ്റിയാണ് വിത്തൗട്ട് ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ നമ്മളിപ്പോ കോഡി അപ്പൊ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം അത് ആദ്യം ആൾക്കാർ ഇപ്പൊ നോഷൻ യൂസ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോ നോഷൻ യൂസ് ചെയ്യുന്ന പോലെ ചിലപ്പോ ഒരു NGO യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൾക്കാർക്ക് കോഡ് ഐ മീൻ കുഞ്ഞു ടൂളൊക്കെ ഉണ്ടാക്കുന്ന ആക്സസിബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ അതെന്തായാലും ചിലപ്പോ അടിപൊളി ഓപ്പറേഷൻസ് റൺ ചെയ്തതായിരിക്കും. അയാൾക്ക് ഒരു കോഡ് വെച്ചത് എൻഫോഴ്സ് ചെയ്യാൻ ഇപ്പൊ എന്തായാലും പറ്റില്ല. ടീച്ചബിൾ മെഷീൻ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ടീച്ചബിൾ മെഷീൻ്റെ ഗൂഗിളിൽ നിന്ന് പറഞ്ഞിട്ട് ഇതാ അതിൽ UI പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡാറ്റ എടുത്ത് ക്ലാസിഫയേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ അയാളുടെ കയ്യിൽ കുറേ മെഡിക്കൽ ഇമേജിൻ്റെ ഡാറ്റ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ ഇന്ന പോലെ TVയുടെ ഒരു 10 ഇത് കൊടുത്താൽ എന്താ മോഡൽ പറയണം എന്നുള്ളത്. അപ്പോൾ അതിലും അയാളുടെ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പം നമുക്ക് ചുമ്മാ ഒരു ക്ലാസ് ഇപ്പം നമ്മളൊരു ട്യൂബർക്കുലോസിസ് എറാഡിക്കേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി സ്ക്രീൻ ചെയ്യാനും അതിൻ്റെ പ്രോഗ്നോസിസ് സാധനങ്ങളാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഡാറ്റ സെറ്റ് കളക്ട് ചെയ്താൽ മോഡൽ ട്രെയിൻ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TV അതുപോലൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ TVയുടെ സ്ക്രീനിങ്ങിനോ അല്ലെങ്കിൽ ഈ പേഷ്യൻസിനെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഈ എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യണം, എല്ലാ മാസവും മരുന്നെടുക്കണം എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള ആളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ ജോബ് ഓട്ടോമേറ്റ് ചെയ്യാൻ മേ ബി ചാറ്റ് ബോട്ടുകൾ ഉണ്ടാക്കി വെക്കാം. പക്ഷെ ഒരു ആശാ വർക്കർക്ക് മാത്രമേ എന്തറിയാൻ പറ്റത്തുള്ളൂ, എന്തൊക്കെ പെയിൻ പോയിന്റുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതറിയാണ്ട് ചുമ്മാ ഒരു ചാറ്റ് ബോട്ട് പിന്നെ ആശാ ബോട്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ചുമ്മാ ഇടാൻ പറ്റും. പക്ഷെ അതിൽ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ അവരെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പറ്റില്ല. ഞാൻ ഷമീറുണ്ട് നമ്മുടെ ഐക്യത്തിന് ഫൗണ്ടർ, പുള്ളിയോട് സംസാരിക്കുന്ന പുള്ളി ഭയങ്കരമായിട്ടും ബോട്ടുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആംഗിളിലെതിരെ അതിന്റെ പെർസ്പെക്റ്റീവ് തിരുത്തിയത് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷനിൽ ബോട്ട് ഉണ്ടാക്കുന്നതിന് നമ്മുടെ ആംഗിൾ എന്താ, കൂടുതൽ പിള്ളേർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആവട്ടെ. ഈ ടീച്ചേഴ്സിനൊന്നും അത്ര കഥയില്ല, അതുകൊണ്ട് നമുക്ക് ഈ ആംഗിളാ. പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ബേസിക്കലി കാശുള്ള പിള്ളേർക്ക് പ്രിവിലേജ് ഉള്ള പിള്ളേർക്ക് കിട്ടുന്ന സാധനം അല്ലാത്ത പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇതൊക്കെ ചെയ്തത്. പക്ഷെ ശരിക്കും കാശുള്ള പിള്ളേർക്ക് നമ്മൾ എന്താ ഒപ്റ്റിമൈസ് ചെയ്തത്,
ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളെ മറ്റേടത്ത് എന്താ ചെയ്യുന്നത് ബേസിക്കലി ആ ടീച്ചറിനെ എംപവർ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ടീച്ചറിനെ കൊടുക്കുക എന്നുള്ള സാധനം ഒഴിവാക്കിയിട്ട് ബേസിക്കലി എനിക്ക് ആ ടച്ചിങ് ലൈഫ് പോലത്തെ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഡാഷ്ബോർഡ് കാണുമ്പോൾ എല്ലാം അടിപൊളിയാണ്, ഇത്രയും പിള്ളേർ ഈ സാധനങ്ങൾ കണ്ടു കേട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ആ അറ്റ്ലീസ്റ്റ് ടെക്കിലൊക്കെ എപ്പോഴും ഞാൻ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ഡാഷ്ബോർഡ് കണ്ട അടിപൊളി. സിജോ എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ആദ്യ കാലത്ത് ടിങ്കർബിൾ വന്ന സമയത്ത് സിജോയോട് ചോദിച്ചു, ഇപ്പം നമ്മൾ എന്തിനാണ് ഇപ്പം ഇങ്ങനത്തെ ടിങ്കർബിൾ പോലത്തെ ഇനിഷ്യേറ്റീവുകൾ ഭാവിയിൽ കുറെ കൂടെയൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോളേജുകളിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ സിജോ പറഞ്ഞ സാധനം, ഇപ്പോൾ ഈ കോളേജ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുള്ള സാധനം. കോളേജ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നമ്മൾ പല ടൈപ്പ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പല സാധനങ്ങൾ നമ്മൾ അൺകോൺഷ്യസ്ലി കോൺഷ്യസ്ലി നമ്മൾ എഴുതി ഒപ്പിട്ട് നമുക്ക് കാണിച്ച് ഇതാണ് സാധനം എന്ന് പറയുന്ന ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഇതിനപ്പുറം നമ്മൾ പല സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ആളുകളോട് എങ്ങനെ സംസാരിക്കാം, പീപ്പിൾ സ്കില്ലുകൾ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു സാധനങ്ങൾ നമുക്ക് വർക്കൗട്ട് ആയില്ല, അപ്പോൾ അതെങ്ങനെ അത് ഡീൽ ചെയ്യണം. അപ്പം ഇതൊക്കെ ഇതിൻ്റെ എല്ലാവരും മിക്സ് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കോളേജ്. അപ്പോൾ അതിനെ ആ ഒരു ഇക്വേഷനിൽ നിന്ന് ഔട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ വേറെ ലെവൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളത്. ഇപ്പോൾ ഈ ക്ഷമത പറഞ്ഞ പോയിന്റും അതാണ്. ഇപ്പോൾ ഒരു ഭയങ്കര നമുക്കൊക്കെ ഇപ്പം എനിക്കൊന്ന് റീസെൻ്റ്ലി മെഹർ ഇങ്ങനെ 2 ഇൻസ്റ്റാ സ്റ്റോറികൾ എനിക്കൊന്ന് ആ ഒരു വാക്ക് പ്രഷർ ആ ഒരു സെനാരിയോയുടെ ബേസിലിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ആ ഒരു സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ബോട്ടുകൾ മാത്രം വെച്ചിട്ടുള്ള ടീച്ചിങ് ആണെങ്കിൽ നമ്മളും ഭയങ്കര ഒരു വാക്ക് പ്രഷർ സാധനങ്ങളുടെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പെട്ടുപോകാൻ അതൊക്കെ എല്ലാം പല ഇതുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇത് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളിതൊരു പല ആംഗിൾ നമുക്ക് ഒന്നാമത് സാമാന്യ ബുദ്ധിയും ബോധവും യൂസ് ചെയ്യാന്നുള്ള ഒന്ന്, എമ്പതി യൂസ് ചെയ്യാന്നുള്ള ഇത്. ഈ എമ്പതി, സാമാന്യ ബോധം, പിന്നെന്താ പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ വേൾഡ് മോഡൽ, ഇതെല്ലാം വെച്ച് മനുഷ്യന്മാർ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ റീഫ്രെയിം ചെയ്ത ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം ആശാ വർക്കേഴ്സ് ഇന്ന ഇതിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ബിൽഡ് ആൻ AI ടൂൾ ഫോർ ഓട്ടോമേറ്റിക് ആശാ വർക്കേഴ്സ് ജോബ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ എമ്പതി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റിയൽ വേൾഡ് ഒരു ഇന്ത്യൻ ഒരു ഗ്രാമം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ റിയൽ വേൾഡ് മോഡൽ, പിന്നെ കുറച്ച് കോമൺ സെൻസ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചാറ്റിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ തന്നെ റീഫ്രെയിം ചെയ്യും. അപ്പോൾ അങ്ങനെ റീഫ്രെയിം ചെയ്ത പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ AIയിലേക്ക് GenAIയിലേക്കോ വാട്ടവർ ഇതിലേക്ക് കൊടുത്ത് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്താൽ കാര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു ആംഗിൾ എനിക്ക് തോന്നുന്നത് ഇപ്പം GenAI ഇതെല്ലാം വരുമ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിവിടെ എനിക്കൊന്ന് ടിങ്കർബിളൊക്കെ എല്ലാം GenAI സാധനങ്ങളും ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ ഒരു സാധനങ്ങൾ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് പലരും വന്നിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു ഹാക്കത്തോൺ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തെറാപ്പി, മെൻ്റൽ ഹെൽത്ത് എല്ലാവർക്കും പ്രശ്നമാണല്ലോ. അപ്പോൾ അവിടെ തന്നെ തീരും. അവിടെ തന്നെ പിന്നെ എനിക്കൊന്നും പറയാൻ ഏതോ സുരേഷ് ഗോപി ഏതോ പറയുന്നത് നിങ്ങളെന്താ പെണ്ണുങ്ങളോട് സംസാരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞോടെ ഈ വെച്ചാൽ ആ ഒരു അതല്ല ഈ ആളുകളോടൊന്നും അവരോടല്ല എനിക്ക് ഇങ്ങനത്തെ ഐഡിയാസ് വരുന്ന ആളുകളോട് പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളത്. കാരണം അത് നമുക്ക് ബേസിക്കായിട്ട് തോന്നുന്ന സാധനമല്ലേ. ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ പോയി സമാധാനിപ്പിക്കാൻ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരെ നമ്മൾ പോയി സമാധാനിപ്പിക്കുക. അപ്പോൾ എനിക്കൊരു കുട്ടികളായിട്ട് എനിക്ക് സെക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയുള്ള സാധനമാണ്. കാരണം എനിക്ക് അവരുടെ ലാംഗ്വേജ് ഭയങ്കര. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വന്ന ശേഷം ഈ സാധനങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. അല്ലാതെ പ്ലെയിൻ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എടുത്ത് പ്രോബ്ലം നമ്മൾ ഇന്ന് കുറച്ച് പല ആംഗിളിലേക്ക് പോയി. ജനറേറ്റീവ് AI ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിങ്ങിന് വല്ല ഭാവിയുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഭാവി എന്താണ്, ടിങ്കർ മീനിങ് ഈ പണി ഇതുപോലെ എടുക്കുന്നതിൽ കാര്യമുണ്ടോ, നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണോ എന്നുള്ളതാണ്. ശരിക്കും അത് ഭയങ്കര വലിയ കോൺവെർസേഷൻ ആണ്. എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ഇതൊരു കോഡിങ്ങോ അല്ലെങ്കിൽ ഈ സ്കില്ലുകളോ മാത്രം മാറ്റി വെച്ചിട്ട് നമുക്ക് വേൾഡിനെ കാണാൻ ഭയങ്കര ഹാർഡായിരിക്കും. കാരണം എക്കണോമിക്സ് പോലത്തെ ബാക്കി സോഷ്യൽ എല്ലാ സാധനങ്ങളും കണക്ട് ചെയ്ത സംഭവങ്ങളായിരിക്കും. പക്ഷെ ടിങ്കർബിൽ ഭയങ്കര ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ നമുക്ക്. പക്ഷെ അത് നമുക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഭയങ്കര കൺക്ലൂസീവ് ആയിട്ട് ഇതാണ് ഉത്തരം എന്നുള്ള കാര്യം. സംതിങ് എനിക്ക് ഓൾ കോൺവെർസേഷൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഇവല്യൂഷൻ എന്നുള്ള കൈൻഡ് ഓഫ് ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രോസ് നോളജ് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ചേഞ്ച് പോലത്തെ സാധനങ്ങൾ എപ്പോഴും ഉണ്ട്. പക്ഷെ അതിലൊരു അൺസർട്ടനിറ്റി ഡെഫിനറ്റ്ലി കാണും. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള ഇന്റർസെക്ഷനുകൾ കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത് ചിലപ്പം കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയില്ലേ, എനിക്ക് അല്ലെങ്കിൽ ഇപ്പം ഗൂഗിൾ ഡോക്ക് ഇപ്പൊ ഒരു സാധാരണ ഏതൊരു കേരളത്തിലുള്ള ഒരു ഡിഗ്രി പഠിക്കുന്ന കൊച്ചിന് ആക്സസിബിൾ ആയ പോലെ ഒരു ബേസിക് ടെക് ബിൽഡ് ചെയ്യുന്ന പോസിബിലിറ്റിയും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഗ്രേറ്റ് ആയിരിക്കും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ആൾക്കാരുടെ എന്താണ് ആക്ച്വലി ടെക് വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഫുള്ളി അങ്ങ് പോയി പോകുന്ന പരിപാടി എന്തായാലും കാണില്ല. പക്ഷെ മേ ബി കുറെ കൂടി കോംപ്ലക്സ് ആവുമായിരിക്കും, കുറച്ചും കൂടി ഡീപ്പ് ആവുമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, കുറച്ചും കൂടി ഡീപ്ലി പോകാൻ പറ്റുന്നതിന് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷം കിട്ടും. സന്തോഷം എന്നല്ല, അതായത് നമ്മൾ മുൻപേ ടാസ്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി ഡീപ്ലി പോയിട്ട് കുറെ കൂടി വാലിഡ് ആയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഒക്കെ വരുമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹോപ്പ്. ഭയങ്കര നല്ലായിരുന്നു. പിന്നെ എനിക്കൊന്ന് ചിലപ്പോ നമ്മളൊരു ഒരു ഫുൾ ഈവനിങ് ഒക്കെ ഇരുന്ന് കുറെ കാരണം ഇതല്ലേ ഐസൊലേഷനിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളിപ്പം എന്താണ് ഓൺ പ്രിമൈസിന്ന് ക്ലൗഡിലേക്ക് പോകുന്ന പോലത്തെ ഒരു ചേഞ്ച് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മള് സബ്സ്ക്രിപ്ഷൻ വേഴ്സസ് വൺ ടൈം ബൈ പോലത്തെ ഒരു ടെക് ചേഞ്ച് അല്ല ഡെഫിനറ്റ്ലി. കൈലാഷ് ഇങ്ങനെ പറയായിരുന്നു, ഇത്രയും കാലം ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും വന്നപ്പോ കൈലാഷ് പോട്ടെ, എസ്പെഷ്യലി ഈവൻ ടിങ്കർബിലാണെങ്കിലും ബ്ലോക്ക് ചെയിൻ ഒക്കെ വരട്ടെ കേട്ടിട്ടുണ്ട്, ആ വൈബായിരുന്നു. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും നമ്മളും കുറച്ച് എനിക്ക് നമ്മളത് കുറച്ചും കൂടി പിള്ളേർ ആ മേക്കർ ആവാന്നുള്ളൊരു മിഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് ഇഷ്ടംപോലെ ടൂളുകൾ ഉണ്ട്. കോഡ് ഒരു ഗ്രേറ്റ് ടൂളാണ്, പക്ഷെ അത് മാത്രം മതിയായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ക്യൂരിയോസിറ്റിയും ബാക്കി ഒരുപാട് നോളജും വേണ്ടിവരും എന്നുള്ള ആംഗിളിലേക്കാണ് നമ്മളത് കൺക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഭയങ്കര നല്ല സാധനമായിരുന്നു. താങ്ക് യു ജോബിൻ. എനിക്ക് ആവിദ് ത്രൂ പരിചയം. നമ്മള് ആദ്യം സംസാരിച്ചപ്പോ കുറെ പൊളിറ്റിക്സും അനാർക്കിനെ കുറിച്ചാണ് അല്ലേ നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചത് ബോംബെയിൽ വെച്ചിട്ടല്ലോ. അപ്പൊ ജോബിന് നമ്മളെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പൊ എന്ത് ചെയ്യുന്നു? പ്രൊഫഷണൽ ലെവലിൽ ഞാനിപ്പോ പ്രോഡക്റ്റ് മാനേജറിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് ഡേറ്റ സയൻസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഹോപ്പ്ഫുള്ളി എന്നെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് വൈഡ് റേഞ്ചിങ് ഏരിയാസിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈൻഡ് ഓഫ് സോ അങ്ങനെയുള്ള കാര്യത്തിലാണ് ഞാൻ യൂഷ്വലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു പോയിന്റ് ഡേറ്റ കെപ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ പ്രോഡക്റ്റ് മാനേജ്മെന്റിലേക്ക് മാറിയത് ഇങ്ങനെയുള്ളതല്ല. എൻ്റെ ഇൻട്രസ്റ്റ് പേരൊക്കെ പറഞ്ഞത് പൊളിറ്റിക്സ് ഒരു വലിയൊരു ഇതാണ്. അടുത്ത മെമ്പർ ഗോപിക കേജയാണ്. ഗോപിക ടിങ്കർബിന്റെ ബോർഡിലുള്ളതാണ്. പക്ഷെ നമ്മൾ കേജ എന്ന് വിളിക്കാറ്. എന്താണ് കേജയുടെ ഒരു വളരെ ബ്രീഫ് സമ്മറി, ലൈക്ക് ഹു ആർ യു? ഇപ്പോൾ ഞാൻ പ്രോഡക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ക്ലബ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു ടെൻഡിങ് ഫേമിലാണ്. പഠിച്ചതൊക്കെ എൻജിനീയറിങ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഡെവലപ്പർ ഇപ്പോൾ പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. എൻജിനീയറിങ് ഡെവലപ്മെൻറ്റ് മേക്കിംഗ് ഇഷ്ടമാണ്. ആൻഡ് എഡ്യൂക്കേഷനോട് എനിക്ക് ഭയങ്കര പാഷനാണ്. ഐ വോളണ്ടിയർ വിത്ത് എ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഗിവിങ് ബാക്ക്, മെൻറ്ററിങ് ഒക്കെ ഭയങ്കര താല്പര്യം. ഈവൻ വിത്ത് തിങ്കർ ഹബ് ഐ ട്രൈ ടു കണക്ട് വിത്ത് ദ സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മെൻറ്ററിങ്ങും, വിമൻ ഇൻ ടെക്, ഓൾ ദീസ് തിങ്സ് ഐ എം പാഷനറ്റ് അബൌട്ട് ഇറ്റ്. ഗോപി ടിങ്കറബ് ഇപ്പൊ ഈ സ്കെയിലിൽ പോകുന്നതിന് ഒരു വലിയ റീസണും, ഞാൻ എവിടെയൊക്കെ പോയി നല്ല കാശൊക്കെ ഉണ്ടാക്കി ജീവിക്കാതിരിക്കുന്നതിന്റെ റീസൺ, ഗോപി നമ്മൾ കുസാറ്റിൽ ചെയ്തിരുന്ന സാധനം ആ റേറ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്തു. അതായത് ആ റേറ്റിൽ പോയിട്ട് ഒരു ഫ്രഷ് ആയിട്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഭയങ്കര സക്സസ്ഫുൾ ആയി. അങ്ങനെയാണ് നമുക്ക് ഇതൊരു കുസാറ്റ് ഫിനോമിന അല്ല, എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. പക്ഷെ ഗോപി ആരായിട്ട് പഠിച്ചു എന്നുള്ള വ്യൂ കൊണ്ട് പോവാറിയും. സോ ഞാൻ ജനറലി എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെഷീൻ ലേണിംഗിലാണ് എക്സ്പെർട്ടൈസ് ചെയ്യുന്നത്. പക്ഷേ ജനറലി ഞാനൊരു എഞ്ചിനീയർ എന്നുള്ള ഇതിലാണ് എപ്പോഴും ആൾക്കാരെ ഒരു പരിചയപ്പെടുത്തുന്നത്. സോ പ്രോബ്ലം സോൾവിങ്, പിന്നെ ടെക് ഭയങ്കര പാഷനായിട്ടാണ് ഞാൻ. അതുകൊണ്ട് സാധനങ്ങളാണ് എൻ്റെ മെയിൻ ഏരിയ. പിന്നെ മോസ്റ്റ്ലി ആൾക്കാരായിട്ട് അടിപൊളി ഐഡിയാസ് സംസാരിക്കുക, പല ക്രോസ് ഡൊമൈൻ സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അതിൽ അതുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. ഞാനിപ്പം പീപ്പിൾ പ്ലസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫെലോഷിപ്പ് ചെയ്യുകയാണ്. ഞാനവിടെ
സൊസൈറ്റൽ പ്രോബ്ലംസിൽ എങ്ങനെ AI വെച്ചിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ AI യൂസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ എങ്ങനെ അത് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിലൊക്കെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.